യൂണിവേഴ്സൽ ഹ്യൂമൻ റൈറ്റ്സ് ഡിക്ലറേഷൻ മനുഷ്യാവകാശ പ്രഖ്യാപനം ആദ്യമായിട്ട് ഉണ്ടായിരുന്നത് ഡിസംബർ മാസം 10 1948 ആദ്യമായിട്ട് മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നത്. അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനം വർഷം ഡിസംബർ 10 1948. ഡിസംബർ 10 1948. അതുപ്രകാരം ഡിസംബർ മാസം 10 എല്ലാ വർഷവും ഹ്യൂമൻ റൈറ്റ്സ് ഡേ ആയിട്ട് ആഘോഷിച്ചു. സ്ലൈഡ് ഉണ്ടല്ലോ, സ്ലൈഡ് കാണുന്നില്ലേ? മുഹമ്മദ് റജീസെ സ്ലൈഡ് കാണുന്നില്ല? കാണുന്നില്ല. എനിക്ക് കാണാം കേട്ടോ, ഞാൻ ഇത് ഇട്ടിട്ടുണ്ട്. PPT ഇട്ട കണക്കാണ് എന്റെ സ്ക്രീനിനകത്ത് കിടക്കുന്നത്. ഓക്കെ, ഞാനൊന്ന് നേരത്തെ സിസ്റ്റം ക്ലോസ് ചെയ്തപ്പോൾ കംപ്ലീറ്റ് ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു സാർ. ഓക്കെ ഓക്കെ, ശരി ശരി. അപ്പൊ ഓക്കെ, അത് നമുക്ക് ഇപ്പൊ റെഡിയാക്കാം. ഒരു സെക്കൻഡ്. തൽക്കാലം നിങ്ങൾ കേട്ടോ, ഒരു മാക്സിമം ഒരു 5 മിനിറ്റ് നമുക്ക് റെഡിയാക്കാം. ഓക്കെ അല്ലേ? നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഞാൻ ആദ്യം എടുക്കാൻ ഉദ്ദേശിക്കുന്നത് യൂണിവേഴ്സൽ ഹ്യൂമൻ റൈറ്റ്സ് ഡിക്ലറേഷൻ ആദ്യമായിട്ടുണ്ടായ ഡിസംബർ മാസം 10 1948 ആണ്. ഡിസംബർ മാസം 10 1948. കേൾക്കുന്നില്ല? ഇപ്പൊ കേൾക്കുന്നില്ല? എന്നെ കേൾക്കുന്നുണ്ടോ? ഓക്കെ, കേൾക്കാം സർ. ഡിസംബർ 10 ഹ്യൂമൻ റൈറ്റ്സ് ഡേ ആയിട്ട് എന്താ പറയാ നമ്മൾ ആചരിക്കുന്നു. ഇന്ന് ഡിസംബർ 10 ആണ്. ഓക്കെ അല്ലേ? അപ്പൊ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെ വാച്ച് ഡോഗ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ വാച്ച് ഡോഗ്, കാവൽ നായ എന്ന് അറിയപ്പെടും. കാവൽ നായ എന്നറിയപ്പെടും. ഓക്കെ അല്ലേ? ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് ഇന്ത്യ ഗവൺമെന്റ് പാസ്സാക്കിയത് സെപ്റ്റംബർ മാസം 28. ഇന്ത്യയിലെ പാർലമെന്റ് പാസ്സാക്കിയത് സെപ്റ്റംബർ മാസം 28 1993. സെപ്റ്റംബർ മാസം 28 1993. സെപ്റ്റംബർ മാസം 28 1993. കമ്മീഷൻ ഫോം ചെയ്തത്, ആ ആക്ട് പ്രകാരം കമ്മീഷൻ ഫോം ചെയ്തത് ഒക്ടോബർ മാസം 12 1993. ഒക്ടോബർ മാസം 12 1993. ഹെഡ്ക്വാർട്ടേഴ്സ് മാനവ് അധികാർ ഭവൻ. ഒക്ടോബർ 12 13 ആണോ? 12, ഒക്ടോബർ 12. ഒക്ടോബർ 12. ഒക്ടോബർ 12 1993. ഓക്കെ ആണോ? ഓക്കെ ആണ് സർ. ഓക്കെ. ഹെഡ്ക്വാർട്ടേഴ്സ് മാനവ അധികാർ ഭവൻ അഥവാ പട്ടേൽ ഭവൻ എന്നറിയപ്പെടുന്നു. ന്യൂഡൽഹിയിലാണ്. മാനവ അധികാർ ഭവൻ അഥവാ പട്ടേൽ ഭവൻ എന്നറിയപ്പെടുന്നു ന്യൂഡൽഹിയിലാണ്. ഓക്കെ അല്ലേ? മുഹമ്മദ് റജീസെ ഓക്കെ ആയി, എനിക്ക് മനസ്സിലായി. ഫുൾ അങ്ങ് ക്ലോസ്ഡ് ആയി. നമുക്കത് ശരിയാക്കാം. കുറച്ചൊരു ടൈം നിങ്ങൾ തന്നാൽ മതി. ഓക്കെ. ഓക്കെ അല്ലേ? ഇത്രയും ഓക്കെ ആണോ? ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ സർ. ഓക്കെ, ശരി. ജൂലൈ 27 2019, ജൂലൈ മാസം 27 2019 ഒരു ചെറിയ ഭേദഗതി വന്നിട്ടുണ്ട് പുതിയതായിട്ട്. ആ ഭേദഗതി പ്രകാരം ഇവരുടെ യോഗ്യതയൊക്കെ മാറി. ഇവരുടെ ഇപ്പോഴത്തെ യോഗ്യത 3 വർഷം അഥവാ 70 വയസ്സാണ്. 70 വയസ്സോ 3 വർഷമോ ആണ് ഇവരുടെ അടിസ്ഥാന യോഗ്യത. ചെയർമാൻ അടക്കം 4 മെമ്പേഴ്സ് ആണ് ഇതിനകത്ത് ഉള്ളത്. ഓക്കെ അല്ലേ? അത് കൂടാണ്ട് 6 എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ഉണ്ട്. അതായത് മറ്റ് കമ്മീഷനിലെ ചെയർപേഴ്സൺസ് എല്ലാം കൂടെ ഇതിൽ അംഗമാണ്. ഒരു സ്പെഷ്യൽ ആയിട്ട് ഒരു ഇൻവൈറ്റി ഉണ്ട്, ഒരു സ്പെഷ്യൽ ക്ഷണിതാവ്, ഒരു പ്രത്യേക ക്ഷണിതാവുണ്ട്. അങ്ങനെ ആകെ മൊത്തം 12 പേരുണ്ട്. മനുഷ്യ ആവാസ കമ്മീഷനിൽ എത്ര അംഗങ്ങളുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 എന്നേ പറയും. ചെയർമാൻ പ്ലസ് 4 എന്നേ നമ്മൾ പറയുള്ളൂ. അത് കൂടാണ്ട് 6 എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ഉണ്ട്, ഒരു സ്പെഷ്യൽ ക്ഷണിതാവുണ്ട്. ഓക്കെ അല്ലേ? അതായത് മൈനോറിറ്റി ഷെഡ്യൂൾഡ് കാസ്റ്റ് ചെയർപേഴ്സൺ, ഷെഡ്യൂൾഡ് ട്രൈബ് ചെയർപേഴ്സൺ,
വുമൻ ബാക്ക്വേർഡ് ക്ലാസസിന്റെ ചെയർപേഴ്സൺ, പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ്, പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്, ഇവരുടെയൊക്കെ അധ്യക്ഷനായിരിക്കും. ഇത് നോട്ടിൽ വേണ്ട, ജസ്റ്റ് നിങ്ങളൊന്ന് കേട്ടിരുന്നാൽ മതി. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ ആണ്. ഇതിൽ എന്തെങ്കിലും ഒന്നുകൂടെ ഒന്ന് പറയണോ ആർക്കെങ്കിലും? ഒന്നുകൂടെ പറയൂ. ഓക്കെ, ജൂലൈ 27, 2019 ഭേദഗതി വന്നു. നേരത്തെ നമ്മളെ യോഗ്യത എന്ന് പറയുന്നത്, മനുഷ്യാവകാശ കമ്മീഷൻ നേരത്തെ യോഗ്യത എന്ന് പറയുന്നത് 5 വർഷവും 70 വയസ്സും ആയിരുന്നു. ഓക്കെ അല്ലേ? ഇപ്പോ നമ്മള് അമെന്റ്മെന്റ് ജൂലൈ 27, 2019 അമെന്റ്മെന്റ് അനുസരിച്ച് 70 വയസ്സും 3 വർഷവും എന്നാക്കി. ഓക്കെ അല്ലേ? ജൂലൈ 27, 2019 ഈ ഭേദഗതി പ്രകാരം മാറ്റം വന്ന വ്യവസ്ഥകൾ എന്ന് പറയുന്നത്, കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെ യോഗ്യത എന്ന് പറഞ്ഞാൽ മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു എപ്പോഴും മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായിട്ട് വരുന്നത്. ഇപ്പോ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ കൂടി, ചീഫ് ജസ്റ്റിസ് അല്ല, സുപ്രീം കോടതിയിലെ ജഡ്ജിനെ കൂടി ഇതിൽ ഉൾപ്പെടുത്തി. ഓക്കെ അല്ലേ? ചീഫ് ജസ്റ്റിസ് തന്നെ വേണം എന്ന് നിർബന്ധമില്ല, സുപ്രീം കോടതിയിലെ മുൻ ജഡ്ജി ആയിരുന്നാലും മതി. ഓക്കെ അല്ലേ? പിന്നെ കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷനിൽ ഓക്കെ അല്ലേ? കേൾക്കുന്നുണ്ടോ? എന്നെ കേൾക്കുന്നുണ്ടോ? മനസ്സിലായോ? അംഗങ്ങളുടെ എണ്ണം പറയൂ, അതെങ്ങനെയാന്ന്? അംഗങ്ങളുടെ എണ്ണം പറയാം. അതായത് അംഗങ്ങൾ സ്ഥിരം ചെയർമാനെ കൂടാതെ 4 അംഗങ്ങളുണ്ട്. മൊത്തം 5 അംഗങ്ങൾ, ചെയർമാൻ പ്ലസ് 4 അംഗങ്ങൾ. ഇതിൽ കൂടാതെ പ്രത്യേക ക്ഷണിതാവായിട്ട് മറ്റ് കമ്മീഷനിലെ ചെയർപേഴ്സണുകൾ. ഓക്കെ അല്ലേ? മറ്റ് കമ്മീഷനിലെ അധ്യക്ഷൻ, പിന്നെ ഒരു സ്പെഷ്യൽ ഇൻവൈറ്റ്, ഒരു സ്പെഷ്യൽ ക്ഷണിതാവ് ഉണ്ടാവും. ഈ ചെയർമാനെ കൂടാതെയുള്ള 4 അംഗങ്ങളല്ലേ എക്സ് ഓഫീഷ്യോ അംഗങ്ങള്? അല്ലല്ല, ചെയർമാനും 4 പേരും കൂടാതെ 6 എക്സ് ഓഫീഷ്യോ മെമ്പേഴ്സ് ഉണ്ട്, ഒരു സ്പെഷ്യൽ ഇൻവൈറ്റ്സ് ഉണ്ട്. ഓക്കെ അല്ലേ? നിലവിലെ സ്പെഷ്യൽ ഇൻവൈറ്റ് ആരാ സാറേ? സ്പെഷ്യൽ ഇൻവൈറ്റ് മറ്റേ ചൈൽഡ് ഇതിന്റെ ആണെന്നാണ് തോന്നുന്നത്. പുതിയ ആള് വേക്കന്റ് ആയിട്ട് കിടക്കുവാണെന്നാണ് എന്റെ ഒരു അറിവ്. ഓക്കെ, ഇപ്പൊ അത് വേക്കന്റ് ആണ്. ഓക്കെ, അവർക്ക് ഈ സ്ലൈഡ് കാണാൻ പറ്റില്ല. അടേ, ഞാൻ ഈ ജസ്റ്റ് ഒന്ന് ഇതിനെ കുറിച്ച്, പുതിയ ഭേദഗതിയിലെ കുറച്ച് കാര്യങ്ങളെ കുറിച്ച് ഒന്ന് പറയാൻ ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടാ. ഇതനുസരിച്ച് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് തന്നെ ഇതിന്റെ അധ്യക്ഷനായിട്ട് വരണമെന്നില്ല, ഒരു മുൻ സുപ്രീം കോടതിയിലെ ജഡ്ജായിരുന്നാലും മതി മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ. മനുഷ്യാവകാശങ്ങളെ കുറിച്ച് ഓക്കെ അല്ലെ? മനുഷ്യാവകാശങ്ങളെ കുറിച്ച് എന്താ പറയാ, അതിനെക്കുറിച്ച് നല്ല അറിവ്, നോളജ് ഉള്ള ഒരു 3 പേരെങ്കിലും ഇതിനകത്ത് വേണം. 3 പേരെങ്കിലും ഉണ്ടായിരിക്കണം പുതിയ ഭേദഗതി അനുസരിച്ച്. ഓക്കെ അല്ലേ? കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ നിലവിലെ അംഗങ്ങളോടൊപ്പം പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർപേഴ്സൺ, ചീഫ് കമ്മീഷണർ, പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ്, അങ്ങനെ 1-2 പേരെയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? പിന്നെ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്, ഇങ്ങനെ കുറച്ച് ആൾക്കാരെയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കത് വേണ്ട, നിങ്ങൾ ജസ്റ്റ് അതൊന്ന് അറിഞ്ഞിരിക്കണം, പുതിയ ഭേദഗതി പ്രകാരം വന്നതാണ്. ഓക്കെ അല്ലേ? 70 വയസ്സ് വരെ പൂർത്തിയാവുന്നതിന് മുമ്പ് ഇവർക്ക് 70 വയസ്സ് 3 വർഷമാണ് ഇവരെ കാലാവധി. 70 വയസ്സ് പൂർത്തിയായില്ലെങ്കിൽ ചിലപ്പോൾ നീട്ടിക്കൊടുക്കാം എന്നുള്ള ഒരു ഓപ്ഷൻ കൂടെ വച്ചിട്ടുണ്ട്. ഓക്കെ ആണോ? ഇത് ജസ്റ്റ് മനസ്സിൽ വയ്ക്കാൻ വേണ്ടിയുള്ള സാധനം, നമുക്ക് നോട്ടിലൊന്നും വേണ്ട, ജസ്റ്റ് മനസ്സിൽ വച്ചിരുന്നാൽ മതി. നമുക്ക് വേണ്ട പോയിന്റ് ഇത്രയേ ഉള്ളൂ, അത് ഞാൻ ഒന്നുകൂടെ പറയുന്നു. ഓക്കെ അല്ലേ? ജൂലൈ മാസം 27, 2019 ഈ ഭേദഗതി വരുന്നത്. അത് പ്രകാരം യോഗ്യത 3 വർഷം 70 വയസ്സ്. ഓക്കെ അല്ലേ? ചെയർമാൻ പ്ലസ് 4 മെമ്പേഴ്സ്, 6 എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ഉണ്ടാവും. അത് കൂടാണ്ട് ഒരു സ്പെഷ്യൽ ഇൻവൈറ്റീസ്. ഓക്കെ അല്ലേ? ഈ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് മറ്റ് കമ്മീഷനിലെ അധ്യക്ഷന്മാരായിരിക്കും. ഇത്രയും ഓക്കെ ആണോ നിങ്ങൾക്ക്? ഇത് ഇത്രയും ഓക്കെ ആണോ? ഓക്കെ ആണോ? മനസ്സിലാവുന്നു? ഓക്കെ, പറഞ്ഞോ. അംഗസംഖ്യ അപ്പം മുഴുവൻ ഇപ്പൊ എത്ര പേരാണ്?
PSC ചോദിച്ചാൽ നമ്മൾ മൊത്തം ഇപ്പൊ 12 പേരുണ്ട്. അതിൽ 2 എണ്ണം വേക്കന്റ് ആയിട്ട് കിടക്കുകയാണ് എന്നാണ് എൻ്റെ ഒരു അറിവ്. ശരിയാണ്, അവർ ഒഫീഷ്യൽ സൈറ്റിൽ നോക്കിയപ്പോൾ 2 എണ്ണം വേക്കന്റ് ആയിട്ട് കിടക്കുകയാണ്. പക്ഷെ നമ്മൾ PSC ചോദിച്ച ചെയർമാൻ പ്ലസ് 4 അങ്ങനെ ടോട്ടൽ 5 എന്നായിരിക്കും ആൻസർ ആയിട്ട് വരിക. ഓക്കെ അല്ലേ? മറ്റതെല്ലാം ഇവരും കൂടെ ആ മീറ്റിംഗിൽ ഉണ്ടാവണം എന്നുണ്ട്. പക്ഷെ നിർബന്ധമില്ല. ഇവരില്ലെങ്കിലും ഒരു മീറ്റിംഗ് വേണമെങ്കിൽ നടത്താം. അങ്ങനെ നടത്താറില്ല. ഇവരും കൂടെ ഉണ്ടാവും എപ്പോഴും. ഓക്കെ ആണോ? ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി എന്നല്ലേ പറഞ്ഞേ? ഹെഡ് ക്വാർട്ടേഴ്സ് ആ ബിൽഡിങ്ങിന് പേരുണ്ട്, മാനവ അധികാർ ഭവൻ അഥവാ പട്ടേൽ ഭവൻ. ഓക്കെ 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 അല്ലേ? നിങ്ങളുടെ വിഷമപൂർവ്വം ഒരു കാര്യം അറിയിച്ചുകൊള്ളുവാണ്. ടെക്നിക്കലി എന്തോ ചെറിയ പ്രശ്നമുണ്ട്. അപ്പൊ അവര് നോക്കിയിട്ട് പറയുന്നത് സ്ലൈഡ് ഇടാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? എന്റെ കൂടെ നിങ്ങൾ സഹകരിക്കുക മാക്സിമം. ഓക്കെ ആണോ? ഓക്കെ. മുഹമ്മദ് റജീസ് മാത്രമാണ് എനിക്ക് റിപ്ലൈ ചെയ്യുന്നത്. എല്ലാവരും റിപ്ലൈ ചെയ്യണേ. ഓക്കെ അല്ലേ? ശരി. ഇനി ഇതിനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമുക്ക് ഇത്രയും ആവശ്യമുള്ളൂ. വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട. ഇതിനകത്ത് വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നോ സർ. നോ. ഓക്കെ. മഞ്ജു KT കാലാവധി 3 വർഷമാണ്. പറഞ്ഞോ സാറേ ഒരു സംശയം. മനുഷ്യാവകാശ കമ്മീഷനിൽ എത്ര അംഗങ്ങളാണ് ഉള്ളത് എന്ന് ചോദിച്ചാൽ 5 പേരാ? ചെയർമാൻ അടക്കം 5 പേര് നേടിയാൽ ചെയർമാൻ പ്ലസ് 4 5 നേടിയാൽ മതി. നിലവില് 12 പേര് അതിനകത്ത് ആ മീറ്റിംഗിൽ പങ്കെടുക്കും. 6 എക്സ് ഒഫീഷ്യൽ മെമ്പേഴ്സ് ഉണ്ട്. അവർ സ്ഥിരാംഗങ്ങളല്ല. ഓക്കെ ഓക്കെ. PSC അങ്ങനെയാണ് ആൻസർ കൊടുത്തേക്കുന്നത്. ചെയർമാൻ പ്ലസ് 4 അങ്ങനെ 5 എന്നാണ് കൊടുത്തേക്കുന്നത്. PSC ആൻസർ മാറ്റണമെന്ന് നിങ്ങൾ നോക്കിക്കോളൂ. ഓക്കെ അല്ലേ? പിടികിട്ടിയാ? ചോദിച്ച ആൾ ഓക്കെ ആണോ? ഗ്രേസ്? ഓക്കെ സർ. ഓക്കെ ശരി. അടുത്ത സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. സോറി, അതിനു മുമ്പ് ഒന്നുകൂടെ നമുക്ക് നമ്മുടെ ഇതിൽ ഇവരിപ്പോ തിരഞ്ഞെടുക്കുന്നത് ആരൊക്കെയെന്ന് അറിയണം. നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷ തിരഞ്ഞെടുക്കാനായിട്ട് ഒരു ചെറിയൊരു കൊളീജിയം പോലൊരു സംവിധാനമുണ്ട്. അതിനകത്തുള്ളത് പ്രൈം മിനിസ്റ്റർ ഉണ്ടാവും, ഹോം മിനിസ്റ്റർ ഉണ്ടാവും, നമ്മുടെ ലീഡർ ഓഫ് ദ ഓപ്പോസിഷൻ, ലോക്സഭയിലെ ഓപ്പോസിഷൻ ലീഡർ ഉണ്ടാവും, രാജ്യസഭയിലെ ഓപ്പോസിഷൻ ലീഡർ ചിലപ്പോൾ ഉണ്ടാവും, ലോക്സഭയിലെ സ്പീക്കർ, രാജ്യസഭാ സ്പീക്കർ. ഓക്കെ അല്ലേ? ഇത്രയും പേര് ഉണ്ടാവും. പ്രൈം മിനിസ്റ്റർ, ഹോം മിനിസ്റ്റർ, ലീഡർ ഓഫ് ഓപ്പോസിഷൻ ലോക്സഭ, ഓപ്പോസിഷൻ ലീഡർ രാജ്യസഭ, സ്പീക്കർ ലോക്സഭ, സ്പീക്കർ രാജ്യസഭ. ഇത്രയും പേര് ചേർന്ന ഒരു കൂട്ടായ്മയാണ് നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷൻ തിരഞ്ഞെടുക്കുന്നത്. അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നു, അധ്യക്ഷനെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നു. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോടേ? ചെറിയൊരു ടെക്നിക്കൽ പ്രോബ്ലം വന്നുകൊണ്ടുള്ള ഒരു ചെറിയൊരു ഇതുണ്ട്. ഓക്കെ അല്ലേ? ശരി ശരി. ഓക്കെ. പിന്നെ നിങ്ങളോട് 1-2 ചോദ്യം കൂടെ ചോദിച്ചിട്ട് ഞാൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലോട്ട് പോകുന്നുള്ളൂ. കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരാണ്? രംഗനാഥ മിശ്ര. ഇപ്പോഴത്തെ അധ്യക്ഷൻ അറിയാമോടെ? അത് 7ാമത്തെയാണ്. പുള്ളിക്കാരൻ ഇപ്പൊ വേക്കന്റ് ആണ്. ഇപ്പൊ ആളായിട്ടില്ല എന്നാണ് ഞാൻ പ്രസന്റ്ലി ഇപ്പൊ അവരെ ഒഫീഷ്യൽ സൈറ്റിൽ നോക്കിയപ്പോൾ വേക്കന്റ് ഒഴിവാണെന്നാണ് അറിവ്. ഓക്കെ അല്ലേ? HL ദത്തു 7ാമത്തെ ആളാണ്. എന്തായാലും HL ദത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചോളുക. ഓക്കെ, പിടികിട്ടെ? നിങ്ങൾ കൺഫ്യൂഷൻ ആവരുത്. 7ാമത്തെ ആള് HL ദത്തു ആണ്. ഓക്കെ അല്ലേ? പിടികിട്ടിയാ? ഞാൻ പറഞ്ഞ പിടികിട്ടിയാ? മുഹമ്മദ് റജീസേ? ഓക്കെ ഓക്കെ ശരി. അപ്പൊ സംസ്ഥാന ആദ്യത്തെ അധ്യക്ഷന്റെ പേര് പറയോ? രംഗനാഥ് മിശ്ര. രംഗനാഥ് മിശ്ര പ്രീവിയസ് ആണത്. ഓക്കെ അല്ലേ? സംസ്ഥാന ഏറ്റവും കൂടുതൽ കാലം KG ബാലകൃഷ്ണൻ. ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. ഏറ്റവും കൂടുതൽ കാലവും മലയാളിയും KG ബാലകൃഷ്ണൻ. ഓക്കെ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു നേരത്തെ നിയമം അനുസരിച്ച്. ഇപ്പൊ മാറി. ചീഫ് ജസ്റ്റിസ് മാത്രമല്ല, ജഡ്ജിനെ, സുപ്രീം കോടതിയിലെ മുൻ ജഡ്ജിനെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ അല്ലേ?
ശരി. അടുത്ത സംസ്ഥാന ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, അതാണ് പറയാൻ പോകുന്നത്. ഡിസംബർ മാസം 11 1998 നമ്മുടെ സംസ്ഥാന ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ വന്നത്. ഡിസംബർ മാസം 11 1998. ഡിസംബർ 11 1998. ഹെഡ് ക്വാർട്ടേഴ്സ് തിരുവനന്തപുരം. മെമ്പേഴ്സ് 3 പേരുണ്ട്, ഇൻക്ലൂഡിങ് ചെയർമാൻ അടക്കം 3 പേര്. ഓക്കെ അല്ലെ? ഫസ്റ്റ് ചെയർമാനെ നിങ്ങൾക്ക് അറിയാം, ആരാണ്? എനിക്ക് പറഞ്ഞു തരൂ. ഫരീദ് പിള്ള. എം പരീത് പിള്ള. ഓക്കെ അല്ലേ? ഒരു എം ഇട്ടാലും കുഴപ്പമില്ല, 2 എം ഇട്ടാലും കുഴപ്പമില്ല. പരീത് പിള്ള എന്നുള്ള പേര് നിങ്ങൾ മറന്നു പോകരുത്. ഓക്കെ അല്ലേ? എം പരീത് പിള്ള. ഓക്കെ അല്ലേ? എം പരീത് പിള്ള അദ്ദേഹമാണ് ആദ്യത്തെ അധ്യക്ഷൻ. പ്രസന്റ് അധ്യക്ഷൻ ആന്റണി ഡൊമിനിക് ആണ്. പ്രസന്റ് അധ്യക്ഷൻ ആന്റണി ഡൊമിനിക് ആണ്. ഓക്കെ അല്ലേ? അദ്ദേഹത്തിന്റെ കാലാവധി കഴിഞ്ഞു ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നല്ലോ. അദ്ദേഹത്തിന്റെ കാലാവധി പറഞ്ഞു എന്നുള്ളതൊക്കെ വേക്കന്റ് ആണ്. എന്നാലും ഞാൻ പ്രസന്റ് ആന്റണി ഡൊമിനിക് പറഞ്ഞ് ഇട്ടുന്നുള്ളൂ. കാലാവധി കഴിഞ്ഞ പുതിയ ആൾ അപ്പോയിന്റ് ആയിട്ടില്ല. ഓക്കെ അല്ലേ? പുതിയ ആൾ അപ്പോയിന്റ് ആയിട്ടില്ല. പക്ഷെ തൽക്കാലത്തേക്ക് ഇത് നമ്മൾ ഒന്ന് കുറിച്ച് വെച്ചേക്കുക. ഓക്കെ ആണോ? ഓക്കെ ആണേ? ഓക്കെ. മുഹമ്മദ് റജീസ് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാ? ഓക്കെ, ശരി. ചെറിയ ഒരു സ്ലൈഡിന്റെ ഇത് ഇല്ലാത്തതുകൊണ്ടുള്ള ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂസ് ഉള്ളത് കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് നമുക്ക്. ശരി. ഇനി നേരത്തെ അതേ ക്വസ്റ്റ്യൻ ഞാൻ നേരത്തെ പറഞ്ഞു. കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്നതിന് ഒരു ഇതുണ്ട്, എന്താണ്, ഒരു ചെറിയൊരു കൊളീജിയം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അതുപോലെ നമ്മുടെ സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ തിരഞ്ഞെടുക്കാൻ ഒരു കൊളീജിയം ഉണ്ട്. ഒരു ഗ്രൂപ്പ് ഉണ്ട് എടുക്കുന്നത്. അങ്ങനെ ആരൊക്കെ ചേർന്നാണ് തിരഞ്ഞെടുക്കുന്നതെന്ന് ചോദിച്ചാൽ ചീഫ് മിനിസ്റ്റർ, ഓക്കെ അല്ലേ, സംസ്ഥാന ഹോം മിനിസ്റ്റർ ഉണ്ടാവും. എപ്പോഴും ഹോം മിനിസ്റ്റർ എപ്പോഴും മുഖ്യമന്ത്രിയുടെ കൈ തന്നെ ആയിരിക്കും. അതുകൊണ്ട് അത് രണ്ടും ഒരാൾ തന്നെ. പക്ഷെ നമ്മൾ പറയുമ്പോൾ തിയറിക്കലി പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ പറയുന്നു: ചീഫ് മിനിസ്റ്റർ, സംസ്ഥാന ഹോം മിനിസ്റ്റർ, പിന്നെ നമ്മുടെ സ്പീക്കർ, ഓപ്പോസിഷൻ ലീഡർ, പ്രതിപക്ഷ നേതാവ്. ഈ 4 പേര് കൂടി ചേർന്നാണ് ഇവരെ തിരഞ്ഞെടുക്കുന്നത്. ഇവരെ അപ്പോയിന്റ് ചെയ്യുന്നത് ഗവർണറാണ്. ഓക്കെ അല്ലേ? മനുഷ്യാവകാശ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്ന സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യുന്നത് ഗവർണറും, കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷണറെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റുമായിരിക്കും. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ ഒന്നുകൂടെ ഞാൻ പറയുന്നു, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് ഗവർണറാണ്. ഈ ആളെ തിരഞ്ഞെടുത്ത് റെക്കമെൻഡ് ചെയ്യുന്നത് ചീഫ് മിനിസ്റ്ററും സ്പീക്കറും പ്രതിപക്ഷ നേതാവും ആഭ്യന്തര വകുപ്പ് മന്ത്രിയും കൂടെയാണ്. അതുപോലെ കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ നിയമിക്കുന്നതും നമ്മുടെ പ്രസിഡന്റ് ആണ് നിയമിക്കുന്നത്. അവിടെ തിരഞ്ഞെടുക്കുന്നത് പ്രൈം മിനിസ്റ്റർ, പ്രതിപക്ഷ നേതാവ്, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ്, 2 സ്പീക്കർമാർ. ഇവർ പേര് ചേർന്നാണ് തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ ആണോ? മനസ്സിലായോ? മനുഷ്യാവകാശ കമ്മീഷൻ ഫുള്ള് മനസ്സിലായി. എനിക്ക് അതും ഫുള്ള് നിങ്ങൾക്ക് മനസ്സിലായാലേ കാര്യമുള്ളൂ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, എങ്കിലും നമുക്ക് ടെക്നിക്കൽ ഇഷ്യൂ വന്നതുകൊണ്ട് പറഞ്ഞോളൂ. സാർ എലിജിബിലിറ്റി ഒന്ന് പറയാമോ ഈ സ്റ്റേറ്റ് കമ്മീഷന്റെ? അദ്ദേഹം 3 വർഷമാണ് കാലാവധി. ഇപ്പൊ പുള്ളിയുടെയും കാലാവധി 3 വർഷം ആക്കിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? അത് പക്ഷെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. കാലാവധി എന്ന് പറയുന്നത് യോഗ്യത സെയിം തന്നെയാണ്. ഹൈക്കോർട്ടിലെ ചീഫ് ജസ്റ്റിസും അല്ലെങ്കിൽ ജഡ്ജോ ആയിരിക്കും. ഓക്കെ അല്ലേ? ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ആളോ അല്ലെങ്കിൽ പ്രസന്റ് അവിടെ മുൻ ജഡ്ജായി ജോലി ചെയ്തിരുന്ന ആളോ ആവാം. ഓക്കെ ആണോ? ഓക്കെ സാർ. ഓക്കെ, ശരി. അടുത്തത് ഫിനാൻസ് കമ്മീഷനിലോട്ട് പോയിക്കോട്ടെ. ഞാൻ ഫിനാൻസ് കമ്മീഷൻ ഒരു കാര്യം ചോദിച്ചു. പറഞ്ഞോ റിൻഷി. റിൻഷിയല്ല, ഷീമ. സംസ്ഥാനത്തെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? ഗവർണർ നിയമിക്കുന്ന. ഗവർണർ സെലക്ട് ചെയ്ത് വിട്ടുകൊടുക്കുന്നത് നമ്മുടെ എന്താ പറയുക, മുഖ്യമന്ത്രി അടക്കമുള്ള ആ ഗ്രൂപ്പാണ്. 4 പേര് ഞാൻ പറഞ്ഞു: സ്പീക്കർ, ദേശീയ വരുമ്പോ രാഷ്ട്രപതിയും സംസ്ഥാനം വരുമ്പോ ഗവർണർ. ഓക്കെ ആണല്ലോ? നിയമിക്കുന്നത് എപ്പോഴും ഗവർണർ ആയിരിക്കും. ഓക്കെ അല്ലേ?
അടുത്തത് ഫിനാൻസ് കമ്മീഷൻ. ആർട്ടിക്കിൾ 280 അനുസരിച്ചാണ് ഫിനാൻസ് കമ്മീഷനെ കുറിച്ച് നമ്മുടെ ഭരണഘടനയിൽ പറയുന്നത്. ഫിനാൻസ് കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നത് നവംബർ മാസം 22, 1951 ആദ്യത്തെ ഫിനാൻസ് കമ്മീഷണർ വരുന്നത്. 5 അംഗങ്ങൾ ഇതിനകത്തുണ്ട്. മുഹമ്മദ് ഡേറ്റ് നവംബർ 22, 1951. അത് കേൾക്കാൻ വയ്യ. ആ ലേഡി വോയിസ് ഒന്നുകൂടെ ഒന്ന് പറയാമോ? ആർട്ടിക്കിൾ 280. 280. നവംബർ 22, 1951 സ്ഥാപനം വന്നു. 5 അംഗങ്ങളുണ്ട്. ചെയർമാൻ അടക്കം 5 അംഗങ്ങൾ. 5 വർഷമാണ് ഇതിന്റെ കാലാവധി. ഫിനാൻസ് കമ്മീഷന്റെ കാലാവധി 5 വർഷം. ഫിനാൻസ് കമ്മീഷന്റെ കാലാവധി 5 വർഷം. ഓക്കെ സർ, ഇയർ 1951. 1951. നവംബർ 22, 1951. നവംബർ 22, 1951. മെമ്പേഴ്സ് 5. പീരീഡ് 5 years. അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ്. ഫസ്റ്റ് ചെയർമാൻ KC നിയോഗി ആയിരുന്നു. KC നിയോഗി എന്ന് പറയുന്ന ആളാണ് ഫസ്റ്റ് ചെയർമാൻ. KCNEOGI. KC നിയോഗി. സാർ പേരൊന്നും കൂടെ പറയോ? KC നിയോഗി. NEOGI. നിയോഗി. NEO GI. KC നിയോഗി. പതിനാലാമത്തെ ആള് ഫിനാൻസ് കമ്മീഷണർ YB റെഡ്ഡി ആയിരുന്നു. പ്രസന്റ് 15-ാമത്തെ ആള് NK സിംഗ് ആണ്. പ്രസന്റ് 15-ാമത്തെ ആള് NK സിംഗ്. തൊട്ട് മുന്നേ ഉണ്ടായിരുന്ന ആള് 14-ാമത്തെ ആളായിരുന്നു. YB റെഡ്ഡി ആയിരുന്നു. ഫിനാൻസ് കമ്മീഷനിലെ അംഗമായിട്ടുള്ള ഒരേ ഒരു മലയാളി പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് പറഞ്ഞു തരുമോ അത്? ഒരേ ഒരു മലയാളി മെമ്പർ, ഒറ്റ ആൾ മാത്രമേ ഇതുവരെ അതിൽ മെമ്പർ ആയിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒരേ ഒരാളല്ല, ഫസ്റ്റ് മലയാളി മെമ്പർ. ഫിനാൻസ് കമ്മീഷൻ അംഗമായ ഫസ്റ്റ് മലയാളി മെമ്പർ. ഫിനാൻസ് കമ്മീഷൻ അംഗമായിട്ടുള്ള ആദ്യത്തെ മലയാളി മെമ്പർ. പറഞ്ഞാടേ, ആരും കമന്റ് ഒന്നും ഇടുന്നില്ല. അടിയോടിയല്ല. ഫിനാൻസ് കമ്മീഷൻ അംഗമായിട്ടുള്ള മലയാളി ജോൺ മത്തായി അല്ല. ജോൺ മത്തായി ആണോ? അല്ല. ഗോപിക വന്നു. VP മേനോൻ. വാപ്പാല പങ്കുണ്ണി മേനോൻ. VP മേനോൻ. ഫിനാൻസ് കമ്മീഷൻ അംഗമായിട്ടുള്ള ആദ്യത്തെ മലയാളി VP മേനോൻ. അപ്പൊ ഒന്നുകൂടെ ഫിനാൻസ് കമ്മീഷൻ പറയാൻ ഞാൻ. ഓക്കെ അല്ലേ? ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ പറയുന്നു. ആർട്ടിക്കിൾ 200. എന്തോ പറഞ്ഞോളൂ. സർ, VP ആണോ GP ആണോ? V for വല്ലവൻ. P for പ്രൈം മിനിസ്റ്റർ. VP മേനോൻ. ഓക്കെ. നാട്ടുരാജ്യ സംയോജനത്തിന്റെ മേനോനാണോ? അത് തന്നെ. ശരത്തെ അത് തന്നെ, കറക്റ്റ് ആണ്. ആർട്ടിക്കിൾ 280 പ്രകാരം ആണ് ഫിനാൻസ് കമ്മീഷൻ വരുന്നത്. നിലവിൽ വന്ന വർഷം ഡേറ്റ് 1951 നവംബർ 22. 5 അംഗങ്ങൾ, 5 വർഷം കാലാവധി. അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. ഫസ്റ്റ് ചെയർമാൻ KC നിയോഗി. 14-ാമത്തെ ആള് YB റെഡ്ഡി ആയിരുന്നു. 15-ാമത്തതും പ്രസിഡന്റ് NK സിംഗ് ആണ്. ഫസ്റ്റ് മലയാളി മെമ്പർ ഇൻ ഫിനാൻസ് കമ്മീഷനിലെ ആരെന്ന് ചോദിച്ചാൽ VP മേനോനാണ്. ഓക്കെ ആണോടെ? ഓക്കെ, അടുത്തിലോട്ട് പോയിക്കോട്ടെ ഞാൻ. പ്രസിഡന്റ് ആരാണ് സാർ? NK സിംഗ്. ഓക്കെ അല്ലേ? ഓക്കെ, ശരി. അടുത്ത ഞാൻ UPSCയിലോട്ട് പോവാണ്. UPSCയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 315 ആണ്. ആർട്ടിക്കിൾ 315 പ്രകാരമാണ് UPSCയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 315 ആണ്.
ഓക്കെ അല്ലേ? UPSC കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 315 ആണ്. ഈ UPSC യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ വന്നത് 1926 ലീ കമ്മീഷന്റെ റെക്കമെൻഡേഷൻ അനുസരിച്ചാണ്. ലീ കമ്മീഷന്റെ ഒരു റെക്കമെൻഡേഷൻ, അവരുടെ ഒരു എന്താ പറയുക, ഒരു പിന്തുണ, എന്താ പറയുക, അവരുടെ ഒരു പ്രചോദനത്തെ തുടർന്നാണ് അവരാണ് ആ ഡീല് മുന്നോട്ട് വെക്കുന്നത്. അവരുടെ റെക്കമെൻഡേഷൻ അനുസരിച്ചാണ് UPSC നിലവിൽ വന്നത്. വർഷം 1926 ലീ കമ്മീഷന്റെ ഈ റെക്കമെൻഡേഷൻ. ഓക്കെ, സർ ഏത് കമ്മീഷൻ റിപ്പോർട്ട് വെച്ചിട്ടാണ് വന്നത്? UPSC ലീ കമ്മീഷൻ ലീ കമ്മിറ്റി റെക്കമെൻഡേഷൻ അനുസരിച്ചാണ് വരുന്നത്. LW ലീ കമ്മീഷൻ ആർട്ടിക്കിൾ 315. പിന്നീട് സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴത്തേക്ക് നമ്മുടെ ഇതിന്റെ ഭരണഘടനയുടെ ഭാഗമായി ആർട്ടിക്കിൾ 315 അനുസരിച്ച് ആണ് ഇപ്പോൾ UPSC പ്രവർത്തിക്കുന്നത്. ഇയർ 926. 1926. Headquarters Dolfer House, New Delhi. Dolfer House, New Delhi. Dolfer House, New Delhi. കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. ഓക്കെ അല്ലേ? അപ്പൊ കമ്മീഷന്റെ ആദ്യത്തെ കാര്യം ഒന്ന് പറയാമോ? ആദ്യം ഹെഡ്ക്വാർട്ടേഴ്സിന് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ. അത് ആർട്ടിക്കിൾ 315 1926 ലീ കമ്മിറ്റി റെക്കമെൻഡേഷൻ അനുസരിച്ചിട്ടാണ് ഈ സ്ഥാപനം വരുന്നത്. നല്ലതാണോ സർ കമ്മീഷൻ? ലീ കമ്മീഷൻ, ലീ കമ്മിറ്റി 1924 രൂപീകരിക്കുന്നത് 26 ആണോ? കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ അനുസരിച്ച് 1926 ഈ സ്ഥാപനം വരുന്നത്. 1926. ഓക്കെ അല്ലേ? 24 കമ്മിറ്റി അതിനെ കുറിച്ച് പഠിക്കാനൊക്കെ 924. അത് നമുക്ക് ഇമ്പോർട്ടന്റ് ഇയർ അല്ല. അവരുടെ റെക്കമെൻഡേഷൻ അനുസരിച്ച് 1926 ഈ സ്ഥാപനം വന്നു. ഓക്കെ ഓക്കെ സർ. നിയമിക്കുന്നതും റിമൂവ് ചെയ്യുന്നതും പ്രസിഡന്റ് ആണ്. UPSC അധ്യക്ഷനെ നിയമിക്കുന്നതും റിമൂവ് ചെയ്യുന്നതും പ്രസിഡന്റ് ആണ്. ഇപ്പോഴത്തെ പ്രസിഡന്റ് ചെയർമാന്റെ പേര് പ്രദീപ് കുമാർ ജോഷി എന്നാണ്. പ്രദീപ് കുമാർ ജോഷി എന്നാണ്. പ്രസിഡന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നതും റിമൂവ് ചെയ്യുന്നതും. പ്രദീപ് കുമാർ ജോഷിയാണ് പ്രസിഡന്റ് ചെയർമാൻ. ഓക്കെ ആണോ? ഓക്കെ ആണ്. ആർക്കെങ്കിലും മുഹമ്മദ് റജീസ് മാത്രമാണ് എന്നോട്, ബാക്കിയുള്ള ആൾക്കാരെ കൂടെ ഉണ്ട്, അതാ പോയാ വഴിക്ക്? നിങ്ങള് ഡൗട്ട് എല്ലാവർക്കും? ഓക്കെ, ഇത് ഓക്കെ ആണോ ഈ സംഭവം? ഫിനാൻസ് കമ്മീഷന്റെ 5 വർഷം ഫിനാൻസ് കമ്മീഷന്റെ 5 വർഷം അല്ലേ കാലാവധി പറഞ്ഞത്? അപ്പൊ അതിന് വയസ്സുണ്ടോ? 65, 70 അങ്ങനെ വയസ്സൊന്നും കറക്റ്റ് ആയിട്ടൊന്നും മെൻഷൻ ചെയ്യുന്നില്ല. വയസ്സൊക്കെ പറയുന്നുണ്ട്, പക്ഷെ നമുക്ക് ഇത് മാത്രം മതി, ഇത്രയും മതി. 5 വർഷം എന്നുള്ളതാണ് ഒരു ഫിനാൻസ് കമ്മീഷന്റെ ഇത്. അതിൽ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരെയാണ് വയ്ക്കുന്നത് ഫിനാൻസ് കമ്മീഷന്റെ. ഏജ് അങ്ങനെ പറയാറില്ല. 2015-20 വരെ YV റെഡ്ഡി ആയിരുന്നു. 20-25 വരെ ഇപ്പോഴത്തെ ചെയർമാൻ ജോലി നോക്കുന്നു. ഓക്കെ അല്ലേ? ഇത്രയും ഓക്കെ ആണോ? UPSCന്റെ ഫസ്റ്റത്തെ മെമ്പേഴ്സിന്റെ പേര് വല്ലതുണ്ടോ? UPSCയുടെ ഫസ്റ്റ് ചെയർമാന്റെ പേര് എനിക്ക് ഓർമ്മ വരുന്നില്ല. പ്രദീപ് കുമാർ ജോഷി മാത്രമേ ഞാൻ കുറിച്ച് വെച്ചോളൂ. നമ്മൾ എപ്പോഴും പ്രസന്റ് നമ്മൾ നോക്കാറുള്ളൂ. ഹെഡ്ക്വാർട്ടേഴ്സ് ഇല്ല. UPSC ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി തന്നെയാണ്. ന്യൂഡൽഹി ഡോൾഫർ ഹൗസ് ആണ്. UPSCയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഡോൾഫർ ഹൗസ് ആണ്, ന്യൂഡൽഹിയാണ്. ഡോൾഫർ ഹൗസ് ന്യൂഡൽഹിയാണ്. ഓക്കെ അല്ലേ? വേറെ എന്തെങ്കിലും? മുഹമ്മദ് റജീസേ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും? ഓക്കെ ആണ്, ശരി. കേരള PSC ചെയർമാനെ അപ്പോയിന്റ് ചെയ്യുന്നത് ഗവർണറാണ്. ഓക്കെ. റെസിഗ്നേഷൻ കൊടുക്കേണ്ടതും ഗവർണർക്കാണ്. കേരള PSCയെ റിമൂവ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. പ്രസിഡന്റ് അഡ്വക്കേറ്റ് MK സക്കീർ ആണ് ഇപ്പോഴത്തെ PSC ചെയർമാൻ. ഓക്കെ, ഒരാളിവിടെ ഷീമ മോഹൻ എഴുതും. റോസ് ബാർക്കർ ആണ് ഫസ്റ്റ് UPSCയുടെ അധ്യക്ഷനെ. റോസ് ബാർക്കർ.
ഓക്കെ അല്ലേ? റോസ് ബാർബർ ആണ് അധ്യക്ഷൻ. ഓക്കെ അല്ലേ? തിരുവിതാംകൂർ PSC ആണ്, തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ നമ്മുടെ കേരള PSC ആയിട്ട് മാറിയത്. ഓക്കെ ആണേ? സാർ ഈ കേരള PSCയുടെ ഒന്നും കൂടെ പറയോ? കേരള PSC ചെയർമാനെ അപ്പോയിന്റ് ചെയ്യുന്നതും നിയമിക്കുന്നതും ഒക്കെ, ചെയർമാനെ അപ്പോയിന്റ് ചെയ്യുന്നതും നിയമിക്കുന്നതും ഒക്കെ നമ്മുടെ ഗവർണറാണ്. റിമൂവ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. അപ്പോയിന്റ് ചെയ്യുന്നതും നിയമിക്കുന്നതും അല്ലെങ്കിൽ റെസിഗ്നേഷൻ കൊടുക്കേണ്ടത് ഇദ്ദേഹത്തിനാണ്. പക്ഷെ റിമൂവ് ചെയ്യാനായിട്ട് ഏതെങ്കിലും തരത്തിൽ റിമൂവ് ചെയ്യാൻ അധികാരം പ്രസിഡന്റിന് മാത്രമേ ഉള്ളൂ. ഇദ്ദേഹത്തെ എന്താ പറയാ, ഇദ്ദേഹത്തിന് അവിടെ നിയമിക്കുന്നത്, അപ്പോയിന്റ് ചെയ്യുന്നത്, ഇദ്ദേഹം റെസിഗ്നേഷൻ കൊടുക്കേണ്ടതൊക്കെ ഗവർണർക്കാണ്. ഇദ്ദേഹത്തെ റിമൂവ് ചെയ്യാനുള്ള അവകാശം പ്രസിഡന്റിനാണ്. ഇപ്പോഴത്തെ പ്രസിഡന്റ് MK സക്കീർ ആണ്. ഇപ്പോഴത്തെ ആള് MK സക്കീർ ആണ്. ഓക്കെ അല്ലേ? കേരള PSC നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ 1956 ആണ്. തിരുവിതാംകൂർ PSC നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ 1936 ആണ്. തിരുവിതാംകൂർ PSCയുടെ അല്ലെങ്കിൽ അതിന്റെ ആദ്യത്തെ കമ്മീഷണർ ആരെന്ന് ചോദിച്ചാൽ GD നോക്സ് ആണ്. ഓക്കെ, തിരുവിതാംകൂർ PSC ആണ് കേരള PSC ആയി മാറിയത്. അത് വർഷം 1936 തിരുവിതാംകൂർ PSC വരുന്നത്. അതിന്റെ കമ്മീഷണർ GD നോക്സ് ആയിരുന്നു. ഓക്കെ അല്ലേ? കേരള PSCയുടെ GD നോക്സ്, NOKES നോക്സ്, NOKES നോക്സ്. ഇതിന്റെ പേര് മാറ്റി കേരള PSC എന്നാക്കിയത് 1956 അഡ്വക്കേറ്റ് MK സക്കീർ, ഇപ്പോഴത്തെ MK സക്കീർ. അന്ന് ആദ്യത്തെ ആളിന്റെ പേര് VK വേലായുധൻ. ഫസ്റ്റ് കേരള PSCയുടെ അധ്യക്ഷന്റെ പേര് VK വേലായുധൻ. ഒന്നുകൂടെ പറയാം, തിരുവിതാംകൂർ PSC ആണ് കേരള PSC ആയി മാറിയത്. തിരുവിതാംകൂർ PSCയുടെ വർഷം 936, ട്രാവൻകൂർ PSCയുടെ വർഷം 936. അതിന്റെ കമ്മീഷണറായിട്ട് ജോലി നോക്കിയ ആളുടെ പേര് GD നോക്സ് എന്നാണ്. ട്രാവൻകൂർ PSC ചേഞ്ച് ചെയ്തത്, കേരള PSC എന്ന പേര് ചേഞ്ച് ചെയ്ത വർഷം 956. അതിന്റെ ഫസ്റ്റ് ചെയർമാൻ VK വേലായുധനാണ്. പ്രസിഡന്റ് അഡ്വക്കേറ്റ് MK സക്കീർ ആണ് പ്രസിഡന്റ്. ഓക്കെ അല്ലേ? ഇത് അപ്പോയിന്റ് ചെയ്യുന്നത് ചെയർമാൻ റെസിഗ്നേഷൻ കൊടുക്കേണ്ടത് ഒരാൾക്കാണ്, അത് ഗവർണർക്കാണ്. കേരളത്തിലെ PSCയുടെ അധ്യക്ഷനെ നിയമിക്കുന്നത് ഗവർണറാണ്. അത് അയാള് റെസിഗ്നേഷൻ കൊടുക്കേണ്ടത് ഗവർണർക്കാണ്. എന്നാൽ ഇയാളെ റിമൂവ് ചെയ്യാനുള്ള അവകാശം, ഇയാളെ നിന്റെ ജോലി മതി, നീ പൊയ്ക്കോ എന്ന് പറഞ്ഞു വിടാനുള്ള അവകാശം പ്രസിഡന്റിന് മാത്രമേ ഉള്ളൂ. ഓക്കെ ആണേ? ഓക്കെ ആണ്. ഓക്കെ സാർ. ഓക്കെ, ശരി. ഇനി അടുത്തതിലോട്ട് പോവാണേ. അടുത്തത് ഇലക്ഷൻ കമ്മീഷൻ, നാഷണൽ ഇലക്ഷൻ കമ്മീഷനാണ് അടുത്ത പറയാൻ പോകുന്നത്. ഓക്കെ, ഇത് രൂപീകരിച്ചത്, നിലവിൽ വന്നത് ജനുവരി മാസം 25, 1950. അതായത് നമ്മൾ റിപ്പബ്ലിക് ആവുന്നതിന്റെ തലേ ദിവസമാണ് നാഷണൽ ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നത്. ആർട്ടിക്കിൾ 324 ആണ് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുന്നത്. ആർട്ടിക്കിൾ 324 ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുന്നത്. ഓക്കെ അല്ലേ? ജനുവരി 25 വോട്ടേഴ്സ് ഡേ ആയിട്ട്, നാഷണൽ വോട്ടേഴ്സ് ഡേ ആയിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. നാഷണൽ വോട്ടേഴ്സ് ഡേ ആണ് ജനുവരി 25. ഹെഡ്ക്വാർട്ടേഴ്സ് 950, നമ്മൾ റിപ്പബ്ലിക് ആയതിന്റെ തലേ ദിവസം 950 ജനുവരി 25. ഓക്കെ ഓക്കെ, ശരി. നാഷണൽ വോട്ടേഴ്സ് ഡേ ജനുവരി 25 ആണ്. ഹെഡ്ക്വാർട്ടേഴ്സ് നിർവാചൻ സദൻ ന്യൂഡൽഹിയാണ്. 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ് യോഗ്യത. 6 വർഷം 65 വയസ്സാണ് യോഗ്യത. മൊത്തം 3 മെമ്പർമാരുണ്ട്, ചെയർമാൻ പ്ലസ് 2 മെമ്പർ. ടോട്ടൽ മെമ്പേഴ്സ് 3. ഓക്കെ അല്ലേ? നമ്മുടെ ആദ്യത്തെ നിർവാചൻ സദൻ, ഹെഡ്ക്വാർട്ടേഴ്സ് നിർവാചൻ സദൻ ന്യൂഡൽഹി. ഫസ്റ്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ പേര് സുകുമാർ സെൻ എന്നാണ്. ഫസ്റ്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ പേര് സുകുമാർ സെൻ എന്നാണ്.
ഓക്കെ അല്ലേ? മുഹമ്മദ് റജീസ് ടൈപ്പ് ചെയ്ത് വിട്ടു. താങ്ക് യു മുഹമ്മദ്. ഓക്കെ, അടുത്തത് പറഞ്ഞോട്ടെ. മലയാളി, ആദ്യത്തെ മലയാളി TN ശേഷനാണ്. ഫസ്റ്റ് മലയാളി TN ശേഷനാണ്. ഫസ്റ്റ് വുമൺ VS രമാദേവിയാണ്. ഫസ്റ്റ് വുമൺ VS രമാദേവി, മലയാളി TN ശേഷൻ. പ്രസന്റ് ഇപ്പോഴത്തെ ആള് സുനിൽ അറോറ. ഇപ്പോഴത്തെ ആളിന്റെ പേര് സുനിൽ അറോറ. ID കാർഡ്, തിരിച്ചറിയൽ കാർഡ് നിലവിൽ വന്ന വർഷം, അത് ആദ്യമായിട്ട് എന്താ പറയാ പുറത്തിറക്കിയ വർഷം അല്ലെങ്കിൽ ആ സിസ്റ്റം കൊണ്ടുവന്ന വർഷം 1993. തിരിച്ചറിയൽ കാർഡ് 1993. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് തുടങ്ങിയത് 1998 നമ്മുടെ നോർത്ത് പറവൂരിലാണ്. ഓക്കെ അല്ലെ? ID കാർഡ് ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഹരിയാനയിലാണ്. 98 നമ്മുടെ നോർത്ത് പറവൂരിലാണ് നമ്മുടെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചത്. VVPAT 2013. VVPAT എന്ന് പറയുമ്പോൾ വോട്ടർ വെരിഫയർ പേപ്പർ ഓഡിറ്റ് കാർഡ് എന്നാണ് അതിന്റെ ഫുൾ ഫോം. വോട്ടർ വെരിഫയർ പേപ്പർ ഓഡിറ്റ് ട്രയൽ. എന്നാണ് VVPAT 2013. വോട്ടർ വെരിഫയർ പേപ്പർ ഓഡിറ്റ് ട്രയൽ. വർഷം 2013. നാഗാലാൻഡിലാണ് ഈ സിസ്റ്റം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. VVPAT. നോട്ട എന്ന് പറയുന്ന സമ്പ്രദായം നമുക്കിപ്പോ ഒന്നിന് താല്പര്യമില്ലാത്തവർ നോട്ട കുത്താം. അത് വർഷം സെപ്റ്റംബർ 27, 2013. സെപ്റ്റംബർ മാസം 27, 2013. സെപ്റ്റംബർ മാസം 27, 2013. ഓക്കെ ആണോ? സാറേ ഈ വടക്കൻ പറവൂരില് പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. രണ്ടുപേരും തമ്മിൽ ക്ലാഷ് ആയി. വടക്കൻ പറവൂരില് ഗ്രേസ്. സാറേ ഈ വടക്കൻ പറവൂരില് VVPAT ആണ് ഉപയോഗിച്ചത്? അല്ല, വടക്കൻ പറവൂരിൽ നമ്മൾ ഉപയോഗിച്ചത് ആദ്യമായിട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ആണ് നമ്മുടെ വടക്കൻ പറവൂരിൽ ഉപയോഗിച്ചത്. ഒരു ബൈ ഇലക്ഷൻ ആണ് നമ്മൾ ഉപയോഗിച്ചത്. ഓക്കെ, കേരളത്തിലാണ് ആദ്യമായിട്ട് പരീക്ഷിക്കുന്നത്. ഫെമിനാപ്പി എന്തോ ചോദിച്ചു. VVPATന്റെ ഫുൾ എന്തായിരുന്നു? വോട്ടർ വെരിഫയർ പേപ്പർ ഓഡിറ്റ് ട്രയൽ. നോട്ട വർഷം സെപ്റ്റംബർ 27, 2013. ID കാർഡിന്റെ വർഷം 1900. ID കാർഡ് നമ്മൾ ഇപ്പൊ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ ഈ ID കാർഡ് ആദ്യമായിട്ട് എല്ലാവർക്കും ലഭിക്കുന്നത്, അത് ഉപയോഗിച്ച് ഇലക്ഷൻ ഒക്കെ നടക്കുന്നത് ഹരിയാനയിലാണ് ആദ്യമായിട്ട്. 1993 ID കാർഡ് നമ്മുടെ സിസ്റ്റം വരുന്നത്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വരുന്നത് 1998. VVPAT 2013. നോട്ട സെപ്റ്റംബർ മാസം 27, 2013. ആ ഡേറ്റും കൂടെ വേണം. സെപ്റ്റംബർ മാസം 27, 2013. അത് ഇമ്പോർട്ടന്റ് ഡേറ്റ് ആണ്. PSC ചോദിച്ചു. സർ, ഈ ഫസ്റ്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷന്റെ പേരെന്ന് പറയുമോ? സുകുമാർ സെൻ. അതുപോലെ VVPAT വന്ന സ്ഥലം ഉണ്ടോ? സ്ഥലത്തിന്റെ പേര് പറഞ്ഞിരുന്നു. ഹരിയാന. VVPAT ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഹരിയാന. അല്ല, നാഗാലാൻഡ് അല്ലേ സാർ? സോറി, മാറിപ്പോയി. നാഗാലാൻഡ്. ഹരിയാനയിൽ നമ്മളെ ഇതാണ് ID കാർഡാണ്. നാഗാലാൻഡ് ID കാർഡ് ഹരിയാനയിൽ. ഓക്കെ അല്ലേ? സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ആരും പറയട്ടോ. ഫസ്റ്റ് മലയാളി മെമ്പർ ഫെമിനാപ്പി. എന്താണ് ഫസ്റ്റ് മലയാളി മെമ്പർ? മലയാളിയായിട്ടുള്ള ആദ്യത്തെ ഇലക്ഷൻ കമ്മീഷണർ TN ശേഷനാണ് ഫെമിനാപ്പി. ഫെമിന പോയാ? ഓക്കെ, ശരി. അടുത്തത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ. ആർട്ടിക്കിൾ 243K സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുന്നത്. ആർട്ടിക്കിൾ 243K 1993 സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നു. ആദ്യത്തെ അധ്യക്ഷൻ ഇലക്ഷൻ കമ്മിറ്റി, കേരളത്തിലെ ആദ്യത്തെ ഇലക്ഷൻ കമ്മീഷണർ MSK രാമസ്വാമിയാണ്.
ഇപ്പോഴത്തെ കമ്മീഷണർ ബി ഭാസ്കരനാണ്. ആസ്ഥാനം തിരുവനന്തപുരത്താണ്, വികാസ് ഭവന്റെ അടുത്തായിട്ട് വരും. ചീഫ് ഇലക്ട്രൽ ഓഫീസർ ടിക്കാറാം മീണ, അത് ഫേമസ് ആണ്, അദ്ദേഹം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആള്. ചീഫ് ഇലക്ട്രൽ ഓഫീസർ ടിക്കാറാം മീണ. ഓക്കെ ആണേ? ആർട്ടിക്കിൾ 243K 1993 ഹെഡ്ക്വാർട്ടേഴ്സ് തിരുവനന്തപുരത്ത്. ഫസ്റ്റ് MSK രാമസ്വാമി ആയിരുന്നു, ഇപ്പോഴത്തെ ബി ഭാസ്കരനാണ്. ചീഫ് ഇലക്ട്രൽ ഓഫീസർ ടിക്കാറാം മീനയാണ്. ഓക്കെ ആണോ? ഓക്കെ. ഇപ്പോഴത്തെ ആളുടെ പേരൊന്ന് പറയോ? ഇപ്പോഴത്തെ ആള് വി ഭാസ്കർ. ഇപ്പോഴത്തെ കേരള ചീഫ് ഇലക്ഷൻ കമ്മീഷണർ വി ഭാസ്കർ. ചീഫ് ഇലക്ട്രൽ ഓഫീസർ ടിക്കാറാം മീണ. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ സർ. ഓക്കെ, ശരി. അടുത്തത് വുമൻസ് കമ്മീഷനിൽ പോകണം. വുമൻ കമ്മീഷൻ. ഓക്കെ, നാഷണൽ വുമൻ കമ്മീഷൻ. ജനുവരി 31, 1992 ഓക്കെ അല്ലേ ഈ കമ്മീഷൻ നിലവിൽ വരുന്നത്. വുമൻ കമ്മീഷൻ നിലവിൽ വരുന്നത് ജനുവരി 31, 1992. ഹെഡ്ക്വാർട്ടേഴ്സ് നിർഭയ ഭവൻ, ന്യൂഡൽഹിയിലാണ്. നിർഭയ ഭവൻ എന്നാണ് ആ ബിൽഡിംഗ്, ഹെഡ്ക്വാർട്ടേഴ്സ് ബിൽഡിങ്ങിന്റെ പേര്. അപ്പോയിന്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. മൊത്തം 6 അംഗങ്ങളാണ് ഇതിനകത്തുള്ളത്. 3 വർഷമാണ് കാലാവധി. 6 അംഗങ്ങൾ, കാലാവധി 3 വർഷം. സെൻട്രൽ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്നു. നിർഭയ ഭവൻ എന്നാണ് അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ പേര്. ന്യൂഡൽഹിയിലാണ് അത്. ജനുവരി 31, 1992 ഇത് ഫോം ചെയ്തത്. വർഷം 92, 1992 ജനുവരി മാസം 31. നിർഭയ ഡേ അപ്പോയിന്റ് ചെയ്യുന്നത് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. കേന്ദ്ര സർക്കാരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്. നിർഭയ ഡേ ഡിസംബർ മാസം 16. നിർഭയ ഡേ രാഷ്ട്ര മഹിള എന്നാണ് ഇവരുടെ പബ്ലിക്കേഷന്റെ പേര്. ഫസ്റ്റ് അധ്യക്ഷൻ ജയന്തി പട്നായിക് ആണ്. ഫസ്റ്റ് ചെയർപേഴ്സൺ ജയന്തി പട്നായിക് ആണ്. പ്രസന്റ് രേഖാ ശർമ്മയാണ്. നിർഭയ ഡേ ഡിസംബർ 16. ഓക്കെ. അടുത്ത സംസ്ഥാന വനിതാ കമ്മീഷൻ, സ്റ്റേറ്റ് വുമൻ കമ്മീഷൻ. മാർച്ച് 14, 1996 സ്റ്റേറ്റ് വുമൻ കമ്മീഷൻ വരുന്നത്. കാലാവധി 5 വർഷമാണ്. നമുക്ക് ഒരു കേരള വുമൻ കമ്മീഷൻ ഒരു പബ്ലിക്കേഷൻ ഉണ്ട്. അതിന്റെ പേര് സ്ത്രീ ശക്തി. അപ്പൊ എന്റെ ഒരു ക്വസ്റ്റ്യൻ, ഫസ്റ്റ് കേരള വുമൻ കമ്മീഷന്റെ അധ്യക്ഷ ആരായിരുന്നു? സുഗതകുമാരി ടീച്ചർ. ഓക്കെ, ഫസ്റ്റ് സുഗതകുമാരി ടീച്ചർ ആയിരുന്നു. ഓക്കെ, എല്ലാവർക്കും അറിയാവുന്ന സാധനം. ഇപ്പോഴത്തെ ആളിനെ നമുക്കറിയാം, എം സി ജോസഫൻ. ഓക്കെ, MC ജോസഫ്. അതുപോലെ നമുക്ക് ഷാജി ഹസീന നമുക്കൊരു വിവരം ഷെയർ ചെയ്തിട്ടുണ്ട്. ദേശീയ വനിതാ കമ്മീഷൻ അംഗമായ ആദ്യ പുരുഷന്റെ പേര് അലോക് റാവത്ത്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അടുത്തതിലോട്ട് പോവാണേ. ചൈൽഡ് റൈറ്റ്സ് കമ്മീഷൻ, ദേശീയ ചൈൽഡ് റൈറ്റ്സ് ബാലാവകാശ കമ്മീഷൻ, ചൈൽഡ് റൈറ്റ്സ് കമ്മീഷൻ. ഓക്കെ അല്ലേ? സാർ സംസ്ഥാനത്തിന്റെ വർഷം ഒന്ന് പറയാമോ? വുമൻ കമ്മീഷൻ അല്ലേ?
മാർച്ച് അതെ 14 മാർച്ച് 14 96. മാർച്ച് 14 96. ഓക്കെ സർ. 5 വർഷമാണ് പീരീഡ് 5 വർഷമാണ്. ഇനി നാഷണൽ ചൈൽഡ് റൈറ്റ്സ് കമ്മീഷനെ കുറിച്ചാണ് പറയുന്നത്. 2005 ചൈൽഡ് റൈറ്റ്സ് ആക്ട് വരുന്നത്. ചൈൽഡ് റൈറ്റ്സ് ആക്ട് വരുന്നത് 2005. ഓക്കെ അല്ലേ? ആ ആക്ട് അനുസരിച്ച് ചൈൽഡ് റൈറ്റ്സ് കമ്മീഷൻ നിലവിൽ വരുന്ന വർഷം 2007. അപ്പോയിന്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ്. കാലാവധി 3 വർഷമാണ്. 3 വർഷം കാലാവധി. അപ്പോയിന്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. ഈ ആക്ട് വന്നത് ചൈൽഡ് റൈറ്റ്സ് ആക്ട് വന്നത് 2005. ആക്ട് അനുസരിച്ച് കമ്മീഷൻ വരുന്നത് 2007. മൊത്തം അംഗങ്ങൾ 7 അംഗങ്ങളുണ്ട്. ചെയർമാൻ പ്ലസ് 6 പേര്, പിന്നെ ഒരു മെമ്പർ സെക്രട്ടറി. മൊത്തം അംഗങ്ങൾ ചോദിച്ചാൽ 7 പേര്, ചെയർമാൻ പ്ലസ് 6. ഇവർക്ക് ഒരു മെമ്പർ സെക്രട്ടറി കൂടെ ഉണ്ട്. സെക്രട്ടറി എന്ന് പറയുന്ന ഒരു പോസ്റ്റ് കൂടെ ഉണ്ട്. മെമ്പർ സെക്രട്ടറി എന്ന് ഒരു പോസ്റ്റ് കൂടെ ഉണ്ട്. PSC ചോദിച്ചാൽ 7 അംഗങ്ങൾ, ചെയർമാൻ പ്ലസ് 6. ഓക്കെ അല്ലേ? ഇപ്പോഴത്തെ അധ്യക്ഷന്റെ പേര് യെസ് പ്ലീസ്. കാലാവധിയോ? കാലാവധി 3 വർഷം. പ്രസന്റ് അധ്യക്ഷൻ പ്രിയാങ്ക് കനൂങ്കോ. കേരളത്തിന്റെ ഒരു സുരേഷ് ആണെന്നാണ് എന്റെ എനിക്ക് ഓർമ്മ കിട്ടുന്നത്. കേരളത്തിന്റെ ഒന്ന് പറഞ്ഞുതരാം അവിടെ ആളാരാണ്? പ്രിയാങ്ക് കനൂങ്ക്. ഇത് ഓക്കെയാണോ? സൂരജ് നട്ടാ? സുരേഷ് എന്നല്ലേ? ഇല്ല സർ, അറിയില്ല. ഓക്കെ, നമുക്ക് നോക്കാം. പ്രിയാങ്ക് കനൂങ്ക് വരെ ഓക്കെ ആണോടെ? ഓക്കെ ആണോ ബോയ്സ്? മുഹമ്മദ് റജീസ് ഓക്കെ. നെക്സ്റ്റ് അടുത്ത ആൾ വരട്ടെ. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ സംഭവം? ഓക്കെ, ശരി. നമ്മൾ അടുത്ത കമ്മീഷനിലോട്ട് പോവാണേ. സ്റ്റേറ്റ് ചൈൽഡ് റൈറ്റ്സ് കമ്മീഷനെ കുറിച്ച് പറയാൻ പോവുകയാണ്. ജൂൺ മാസം 3, 2013 ഓക്കെ അല്ലേ? ജൂൺ മാസം 3, 2013 സ്റ്റേറ്റ് ചൈൽഡ് റൈറ്റ്സ് കമ്മീഷൻ വന്നു. സെയിം തന്നെയാണ്. ചെയർപേഴ്സൺ അല്ലെങ്കിൽ അധ്യക്ഷൻ പ്ലസ് ഒരാൾ. ഓക്കെ അല്ലേ? അങ്ങനെ ജൂൺ 3, 2013. പ്രസന്റ് ആളിനെ കിട്ടിയിട്ട് KV മനോജ് കുമാർ ആണ് കേട്ടോ. പ്രസന്റ് ആള് KV മനോജ് കുമാർ. 2013 ജൂൺ മാസം 3-ാം തീയതി. മൊത്തം 7 പേരുണ്ട്. ചെയർമാനെ കൂടെ കൂട്ടി 7 പേര്. ചെയർമാൻ പ്ലസ് 6. ഇപ്പോഴത്തെ ആള് പ്രസന്റ് KV മനോജ് കുമാർ. ഓക്കെ അല്ലേ? അടുത്തത് സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ. ഓക്കെ അല്ലേ? കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ. ഓക്കെ അല്ലേ? റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് വരുന്നത് 2005 ജൂൺ മാസം 15. ഈ ആക്ട് അനുസരിച്ച് ഒക്ടോബർ മാസം 12, 2005 സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ നിലവിൽ വന്നു. ഒക്ടോബർ 12, 2005 കമ്മീഷൻ നിലവിൽ വന്നു. ഇത് വരാൻ കാരണമായിട്ടുള്ള ആക്ട് ജൂൺ 15, 2005 റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് വന്നത് ജൂൺ 15, 2005. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് വന്നത് ജൂൺ 15, 2005. ഓക്കെ അല്ലേ? ഹെഡ്ക്വാർട്ടേഴ്സ് ആഗസ്റ്റ് ക്രാന്തി ഭവൻ ന്യൂഡൽഹി. അഗസ്റ്റ് ക്രാന്തി ഭവൻ ന്യൂഡൽഹി.
ഓക്കെ അല്ലെ? ഈ നിയമം വരാൻ കാരണമായിട്ടുള്ള സംഘടനയാണ് മസ്ദൂർ, അല്ലെങ്കിൽ ഈ കമ്മീഷൻ നിലവിൽ വരാൻ കാരണമായിട്ടുള്ള സംഘടന എന്ന് ചോദിച്ചാൽ മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ എന്ന് പറയുന്ന മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ എന്ന് പറയുന്ന അരുണ റോയിയുടെ രാജസ്ഥാൻ ബേസ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഓക്കെ അല്ലെ? രാജസ്ഥാൻ ബേസ് ആയിട്ടുള്ള ഒരു സംഘടനയാണ് മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. അരുണ റോയ് ആണ് രാജസ്ഥാൻ ബേസ്ഡ്. യെസ് പ്ലീസ്. ആസ്ഥാൻ CIC ഭവൻ ഞാനൊരു റാങ്ക് ഫയലിൽ കണ്ടു. നേരത്തെയാണ് ആഗസ്റ്റ് ഗാന്ധി CIC ഭവൻ കാണിക്കുന്നുണ്ട്. ഇല്ല, ആഗസ്റ്റ് ക്രാന്തി ഭവൻ എന്നാണ് PSC അവസാനം കൊടുത്ത ആൻസർ. ഓക്കെ, മാറ്റിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. സാർ ഇപ്പൊ മാറ്റിയാണ്. മാറ്റിയായിരുന്നു. അതിന്റെ CIC ഭവൻ. അപ്പൊ ഇപ്പൊ എന്തോടെ ഇപ്പൊ അതിന്റെ പേരെന്ന് CIC ഭവൻ കിടക്കുന്നത്. CIC ഭവൻ. ഓക്കെ, ഇപ്പോഴത്തെ അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ പേര് CIC ഭവൻ എന്നാണ്. ഓക്കെ, CIC ഭവൻ. ഓക്കെ അല്ലേ? ആദ്യമായിട്ട് ഒരു വിവരാവകാശ കമ്മീഷൻ അല്ലെങ്കിൽ അതിന്റെ നിയമമൊക്കെ നിലവിൽ വരുന്ന രാജ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വീഡനിലാണ് ആദ്യമായിട്ട് വരുന്നത്, നിലവിൽ വരും. ഫസ്റ്റ് രാജ്യം സ്വീഡൻ. ഫസ്റ്റ് രാജ്യം ചോദിച്ച സ്വീഡൻ. ഇത് ആദ്യമായിട്ട് വിവരാവകാശ നിയമം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും ഏത് രാജ്യമാണെന്ന് ചോദിച്ചാൽ അത് സ്വീഡനാണ്. ഫസ്റ്റ് ആദ്യത്തെ ആപ്ലിക്കന്റിനെയും PSC ചോദിച്ചിട്ടുണ്ട്. ഷാഹിദ് റാസ ബർണി, പൂനെക്കാരനായിട്ടുള്ള ഷാഹിദ് റാസ ബർണി എന്ന് പറയുന്ന ആളാണ്. പൂനെക്കാരനാണ്. 2019 ഇതിൽ ചില ഭേദഗതികളൊക്കെ വന്നിട്ടുണ്ട്. വിവരാവകാശ നിയമത്തിൽ 2019 ഭേദഗതി വന്നു. വിവരാവകാശ നിയമ ഭേദഗതി ബില്ല് 2019 ലോക്സഭയിൽ അവതരിപ്പിച്ചത്. അത് ജിതേന്ദ്ര സിംഗ് എന്ന് പറയുന്ന ആളാണ്, എന്ന് പറയുന്ന വ്യക്തി, ജിതേന്ദ്ര സിംഗ് ആണ് ഇത് അവതരിപ്പിച്ചത്. 2019 ജൂലൈ 19 ഇത് അവതരിപ്പിക്കുന്നത്. 2019 ഓഗസ്റ്റ് 1 പ്രസിഡന്റ് ഇതിൽ ഒപ്പുവെച്ചു. ജിതേന്ദ്ര സിംഗ്. 2019 ഓഗസ്റ്റ് 1 ഇത് ഒപ്പുവെച്ചത് പ്രസിഡന്റ്. ഓഗസ്റ്റ് 1 ജൂലൈ 19 അവതരിപ്പിച്ചു, ഓഗസ്റ്റ് 1 പ്രസിഡന്റ് ഒപ്പുവെച്ചു. ഇതനുസരിച്ച് ഈ കമ്മീഷണർമാരുടെ കാലാവധി നിശ്ചയിക്കുന്നത്, കേന്ദ്ര സർക്കാരിൽ നിക്ഷിപ്തമാക്കി, പൂർണ്ണമായി കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലാക്കി. കാലാവധി 3 വർഷമാക്കി ചുരുക്കി. കാലാവധി 3 വർഷമായി ചുരുക്കി. നേരത്തെ ഇത് 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സെന്നായിരുന്നു. ഇപ്പൊ ഇത് 3 വർഷമാക്കി ചുരുക്കി. ഇവരെ ശമ്പളം, ആനുകൂല്യങ്ങൾ എല്ലാം കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലായി. അതെല്ലാം തീരുമാനിക്കുന്നതൊക്കെ കേന്ദ്ര സർക്കാരാണ്. വിവരാവകാശ കമ്മീഷണറുടെ ശമ്പളം 25,000 രൂപയാണ്. സോറി, 2.5 ലക്ഷം രൂപ. 2.5 ലക്ഷം രൂപ. ഞാൻ 25,000 2.5 ലക്ഷം രൂപ. 2.5 ലക്ഷം രൂപയാണ് ശമ്പളം. കമ്മീഷണറുടെ ശമ്പളം 2.5 ലക്ഷം രൂപയാണ്. എന്നാൽ മറ്റംഗങ്ങളുടെ ശമ്പളം 2,25,000 രൂപ. ഇൻഫർമേഷൻ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഒന്നുകൂടെ പറയാലോ? നിലവിൽ വന്ന വർഷം ഒക്ടോബർ 12, 2005 നിലവിൽ വന്നു. ജൂൺ മാസം 15, 2005 ഈ ആക്ട് വരുന്നത്. ഇൻഫർമേഷൻ ആക്ട് വരുന്നത് ജൂൺ 15, 2005. ഫസ്റ്റ് വിവരാവകാശ നിയമത്തിന്റെ ആശയം അല്ലെങ്കിൽ അങ്ങനെ ഒരു നിയമം നിലവിൽ വരുന്ന ആദ്യത്തെ രാജ്യം സ്വീഡനാണ്. ഇതിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രസിഡന്റിനെ ചോദിച്ച കലാമാണ്, അബ്ദുൽ കലാമാണ് ഇതിനകത്ത് ഒപ്പുവെച്ച ഇന്ത്യൻ പ്രസിഡന്റ്.
ഈ നിയമ ഭേദഗതി ബില്ല് ഒപ്പുവെച്ച ഇന്ത്യൻ പ്രസിഡന്റ് അബ്ദുൽ കലാമാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ മറ്റംഗങ്ങളുടെയും സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെയും ശമ്പളം 2,25,000 രൂപ. കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ശമ്പളം 2.5 ലക്ഷം രൂപ. സർ എത്ര അംഗങ്ങളാണുള്ളത്? ചെയർമാൻ മുതൽ 10 അംഗങ്ങൾ, ചെയർമാനും 10 അംഗങ്ങളും ഉണ്ടാവും. മൊത്തം 11 പേരാണ്. ചെയർമാൻ പ്ലസ് 10, ചെയർമാൻ പ്ലസ് 10, ചെയർമാനും പിന്നെ ഒരു 10 പേരൂടെ ഉണ്ടാവും. അങ്ങനെ മൊത്തം 11 അംഗങ്ങളുണ്ടാവും. കാലാവധി ഞാൻ പറഞ്ഞു 3 വർഷവും 65 വയസ്സും ആക്കി. മറ്റത് 5 വർഷം 65 വയസ്സായിരുന്നു. നമുക്കൊരു വിവരാവകാശ നിയമത്തിന് വേണ്ടി നമുക്കൊരു ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് ഫീസ് 10 രൂപയാണ്. കൂട്ടിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ അല്ലേ? ഫസ്റ്റ് വിവരാവകാശ കമ്മീഷണർ വജാഹത്ത് ഹബീബുള്ളയായിരുന്നു. ഫസ്റ്റ് വിവരാവകാശ കമ്മീഷണർ വജാഹത്ത് ഹബീബുള്ളയായിരുന്നു. നമുക്കിപ്പോ ഒരു ഓഫീസിൽ ചെന്നിട്ട് അവിടെ നമുക്ക് വിവരാവകാശം കൊടുക്കേണ്ട ഓഫീസറുടെ പേര് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്നിട്ട് ഒരു ഓഫീസർ ഉണ്ടാവും. അദ്ദേഹത്തിനാണ് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. അദ്ദേഹത്തിന് കൊടുത്തിട്ട് അദ്ദേഹം 30 ദിവസത്തിനകത്ത് അദ്ദേഹം നമുക്ക് തരണം വിവരം. ഇല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് അപ്പീലിന് പോവാം. തൊട്ട് മുകളിലുള്ള ഉദ്യോഗസ്ഥന്റെ അടുത്ത് പോവാം, അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ അടുത്ത് പോവാം. അവിടെ നിന്നും കിട്ടിയില്ലെങ്കിൽ പിന്നെ നമുക്ക് അപ്പീല് പോവാം. അത് സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ അടുത്ത, സെൻട്രൽ വിവരാവകാശ കമ്മീഷണറുടെ അടുത്ത പോവാം. ഇവര് നമുക്ക് കറക്റ്റായിട്ട് വിവരം തരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവർക്കെതിരെ നമുക്ക് ഫൈൻ കേസ് കൊടുക്കാം. അപ്പൊ അവർക്ക് മാക്സിമം ഫൈൻ 25,000 രൂപ വരെ അടിക്കാം. ഏറ്റവും കുറവ് 250 രൂപ. ഈ പറഞ്ഞ സാധനങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായേ? ഓക്കെ ആണേ? എന്നോട് ഉണ്ടാടെ? എല്ലാവരും ഉണ്ടാടേ? സ്ലൈഡ് ഇല്ലാത്തതുകൊണ്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പ്രസന്റ് വേക്കന്റ് ആണ്, ആരും ഇല്ല. ഉണ്ട് സാർ. വന്നാ പുതിയ ആളെ അപ്പോയിന്റ് ചെയ്തോ? ബിമൽ ജുൽക്ക. ആരാണ്? ടൈപ്പ് ചെയ്തൂടെ? ബിമൽ ജുൽക്ക പ്രസന്റ് വിവരാവകാശ കമ്മീഷണർ ബിമൽ ജുൽക്ക. വിമൽ ജുൽക്ക മാറി യശ്വർദ്ധൻ കുമാർ സിനാണ്. യശ്വർദ്ധൻ കുമാറാണ്. ഉറപ്പാണോ? എന്റെ അറിവിൽ അത് വേക്കന്റ് ആണെന്നാണ് കാണുന്നത്. അതുകൊണ്ടാണ് ചോദിച്ചത്. ഈ നവംബറിൽ അപ്പോയിന്റ് ചെയ്ത യശ്വന്ത് കുമാർ അല്ലേ? യശ്വർദ്ധൻ കുമാർ സിൻഹ. യശ്വർദ്ധൻ കുമാർ സിൻഹ അല്ലേ? ഓക്കെ, യശ്വർദ്ധൻ കുമാർ സിൻഹ പ്രസന്റ് വിവരാവകാശ കമ്മീഷണർ. ഓക്കെ ആണോ? നിങ്ങൾക്ക് ഓക്കെ ആണോ? സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ നിങ്ങൾക്ക് ഓക്കെ ആണോ? യശ്വർദ്ധൻ കുമാർ സിൻഹ ഇവിടെ പ്രസന്റ് ഇതുവരെ നിങ്ങൾക്ക് ഓക്കെ ആണോ? ഓക്കെ, ശരി. ഓക്കെ അല്ലേ? സ്റ്റേറ്റ് ചെയർമാൻ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ ചെയർമാൻ പാലാട്ട് മോഹൻദാസ് ആണ്. പ്രസന്റ് വിൻസെന്റ് എം പോളാണ്. അപ്പൊ എൻ്റെ കൂടെ PSCയുടെ ഒരു ചോദ്യം, വിവരാവകാശ നിയമം ആദ്യമായിട്ട് കൊണ്ടുവന്ന ഇന്ത്യൻ സ്റ്റേറ്റ് എന്ന് പറയാമോ? PSCയുടെ ഒരു ക്വസ്റ്റ്യൻ ആണ്. തമിഴ്നാട്. എവിടെയാണ്? തമിഴ്നാട്. ഓക്കെ അല്ലേ? കേരള വിവരാവകാശ കമ്മീഷന്റെ ഫസ്റ്റ് ചെയർമാൻ പാലാട്ട് മോഹൻദാസ്. ഇപ്പോഴത്തെ ആളിന്റെ പേര് വിൻസെന്റ് എം പോളാണ്. ഓക്കെ അല്ലേ? വിൻസെന്റ് എം പോളിന്റെ കാലാവധി കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. കാലാവധി കഴിഞ്ഞു. സോമനാഥൻ പിള്ള
ആരാണ്? സോമനാഥൻ പിള്ളை. ഇവിടെ വായിച്ച അറിയില്ല, പുതിയ ആള് വന്നിട്ടില്ലെന്നാണ് എന്റെ ഒരു അറിവ്. ഞാൻ മനസ്സിലാൻ പോണെന്ന് പറഞ്ഞതേ ഉള്ളൂ. പുതിയ ആള് വന്നിട്ടില്ലല്ലോ. ആർക്കെല്ലാം അറിയോ? ഇല്ല. മുഹമ്മദ് ഇല്ല, പുതിയ ആള് വന്നിട്ടില്ല. വിൻസെന്റ് എം പോൾ തന്നെ തൽക്കാലം നമുക്ക് എന്താ പറയാം. ഓക്കെ, വിവരാവകാശ കമ്മീഷൻ നിങ്ങൾക്ക് ഓക്കെ ആണേ? അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും പോയിന്റ് ഞാൻ വിട്ടുപോയാ? ഓക്കെ ആണേ? ആദ്യ വനിതാ വിവരാവകാശ കമ്മീഷൻ ആരാടെ? ദീപക് സന്ധു. ഫസ്റ്റ് ആള് ദീപക് സന്ധു ആണേ. ഫസ്റ്റ് വനിത ദീപക് സന്ധു. പിന്നെ ഇതിനകത്ത് ഒരു വിശേഷണം കൂടെ ഉണ്ട്. PSC ചോദിക്കുന്ന ഒരു വിശേഷണം. ഇന്ത്യൻ ഡെമോക്രസിയുടെ കാവൽ നായ എന്നറിയപ്പെടുന്നു വിവരാവകാശ കമ്മീഷൻ. ഇന്ത്യൻ ഡെമോക്രസിയുടെ കാവൽ നായ എന്നറിയപ്പെടുന്നു. ഇപ്പൊ നമ്മൾ PSC പിള്ളേരെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വിവരാവകാശ കമ്മീഷന്റെ ആശ്രയിച്ചാണ് PSC പിള്ളേരെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഓക്കെ ആണോ? കേട്ടില്ല. അല്ല, അത് മറ്റേ ഇതാണ്. അത് വേറെ. അത് നമ്മൾ പറഞ്ഞ സെന്റൻസ് വേറെയാണ്. നമ്മൾ പറഞ്ഞത് ഇങ്ങനെയാണ് പറഞ്ഞത്: വാച്ച് ഡോഗ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശങ്ങളുടെ കാവൽ നായയാണ് ഇത്. ഏതാണ്? മനുഷ്യാവകാശ കമ്മീഷൻ. ഇത് എന്തിന്റെയാണ്? ഇന്ത്യൻ ഡെമോക്രസിയുടെ കാവൽ നായ. വാച്ച് ഡോഗ് ഓഫ് ഇന്ത്യൻ ഡെമോക്രസി. മറ്റത് സൂര്യ തേജസ് എന്ന് പറയൂ. അറിയാൻ വയ്യ, നോക്കാം. എന്തോ കേട്ടില്ല, പറഞ്ഞോ. ആരും എന്തോ പറഞ്ഞു. കമ്മീഷണർ ആരായിരുന്നു? കൂടെ പറയാമോ? ഫസ്റ്റ് കമ്മീഷണർ വജാഹത്ത് ഹബീബുള്ള. സ്റ്റേറ്റ് ഇൻഫോർമേഷൻ കമ്മീഷന്റെ പാലാട്ട് മോഹൻദാസ്. ഓക്കെ അല്ലേ? ഇവിടെ ഒരാള് CAG. അപ്പൊ എന്താ? ഞാൻ CAGയുടെ നോട്ട് തന്നായിരുന്നു. അപ്പൊ CAG എന്തുവാടെ മുഹമ്മദ്? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. അതിന്റെ കൂടെ പറഞ്ഞായിരുന്നു. CAGയുടെ കൂടെ പ്രത്യേകിച്ച് ഒരു കാര്യം പറഞ്ഞായിരുന്നു. എന്താണ് CAG? സമ്പദ് വ്യവസ്ഥയുടെ കാവൽക്കാരൻ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ കാവൽക്കാരൻ എന്നാണ് പറഞ്ഞത്. ഓക്കെ, ശരി. അടുത്തത് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. 1964 ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ്. എനിക്ക് അറിയാൻ വയ്യട്ടെ അങ്ങനെ ഒരു ഇതുണ്ടോ എന്നുള്ളത്. എന്റെ ഓർമ്മയിൽ ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അത് സജസ്റ്റ് ചെയ്യാം. ഉറപ്പാണെങ്കിൽ നമുക്ക് നോട്ടിൽ ആഡ് ചെയ്യാം. സാർ അങ്ങനെ ഉണ്ട്, ടെക്സ്റ്റ് ബുക്കിലൊക്കെ കണ്ടു. ഓക്കെ. ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നത് വിവരാവകാശ കമ്മീഷനാണ്. ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ്. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ, അതാണ് ഇനി അടുത്തായിട്ട് ഞാൻ പറയാൻ പോകുന്നത്. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ, CVC, സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. 1964 ഈ സ്ഥാപനം വരുന്നത്. 3 അംഗങ്ങളുണ്ട് ഈ സ്ഥാപനത്തിനകത്ത്. ഓക്കെ. കാലാവധി 65 വയസ്സോ 4 വർഷമോ. ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഒന്നും അല്ല. പ്രസിഡന്റ് ആണ് നിയമിക്കുന്നത്. ഫസ്റ്റ് ചെയർമാന്റെ പേര് നിട്ടൂർ ശ്രീനിവാസ റാവു. നിട്ടൂർ ശ്രീനിവാസ റാവു. നായിട്ട് വള്ളി. നിട്ടൂർ ശ്രീനിവാസ റാവു. എഴുതുമ്പോൾ നെട്ടൂർ എന്ന് വായിക്കും. നിട്ടൂർ ശ്രീനിവാസ റാവു. പ്രസിഡന്റ് KV ചൗധരിയാണ്. സന്താനം കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ അനുസരിച്ചാണ് ഈ സ്ഥാപനം നിലവിൽ വരുന്നത് 1964.
ഓക്കെ സാറ് നിലവിലെ മാറിയില്ലേ? KV ചൗധരി അല്ലേ? മാറിയോ? മാറിയെന്ന് തോന്നുന്നു. സഞ്ജയ് കോത്താരിയാന്ന് തോന്നുന്നു ഇപ്പോ. സഞ്ജയ് കോത്താരി വന്നോ? ഇല്ല, കറണ്ട് അഫയേഴ്സ് ഒക്കെ ഞാൻ ചെക്ക് ചെയ്തപ്പോ ഞാനൊന്നും കണ്ടില്ല. സഞ്ജയ് കോത്താരി ആണോ? ഓക്കെ, അപ്പൊ അത് ആഡ് ചെയ്തു. ഏപ്രിൽ അല്ലേ? സഞ്ജയ് കോത്താരി. അപ്പൊ അതുകൂടെ ആഡ് ചെയ്തോ. പ്രസന്റ് സഞ്ജയ് കോത്താരി. സഞ്ജയ് കോത്താരി. ഓക്കെ, ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സദർത്ത ഭവൻ. സദർത്ത ഭവൻ, ന്യൂഡൽഹി. സദർത്ത ഭവൻ, ന്യൂഡൽഹി. സഞ്ജയ് കോത്താരിയാണ് നിലവിലെ സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ അധ്യക്ഷൻ. സദർത്ത ഭവൻ ആണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്, ന്യൂഡൽഹി. ഓക്കെ, അപ്പൊ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ മാറിയ അത് അനിൽകാന്ത് അല്ലേ? വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ അനൗൺസ്മെന്റ് ഇല്ല, ആർക്കും അറിയാൻ വയ്യ. അനിൽകാന്ത് തന്നെ എഴുതിക്കോ, അനിൽകാന്ത്. വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ അധ്യക്ഷൻ അനിൽകാന്ത്, അല്ലെങ്കിൽ ചീഫ് അനിൽകാന്ത്. ഓക്കെ, ഇവിടെ ഉണ്ടാടി നിങ്ങൾ എന്റെ കൂടെ. H2 സ്പെല്ലിംഗ്, ഹെഡ്ക്വാർട്ടേഴ്സ് സ്പെല്ലിംഗ് മലയാളത്തിൽ എഴുതിയാൽ മതി. അത് സദർത്ത ഭവൻ. അത് ഇംഗ്ലീഷ് പറയുന്ന മൊത്തം ഇതായിപ്പോ. സദർത്ത ഭവൻ, സദർത്ത ഭവൻ. ഓക്കെ അല്ലേ? ചെയർമാൻ പ്ലസ് 2 മെമ്പേഴ്സ് ഒക്കെയാണ് അതിലുള്ളത്. ഇത് ഓക്കെ ആണോ നിങ്ങൾക്ക്? ഇപ്പൊ 8 എണ്ണോ 9 എണ്ണോ ഞാൻ പറഞ്ഞു കമ്മീഷൻ. എത്ര കമ്മീഷൻ പറഞ്ഞതേ? വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ ചെയർമാൻ ആരാ? അനിൽകാന്ത്. അനിൽകാന്ത് മാറിയെന്ന് ചെക്ക് ചെയ്തോന്നേ. ഓക്കെ ആണോ? ഓക്കെ, ശരി. ഞാൻ അടുത്തിലോട്ട് പോയിക്കോട്ടെ. ഇപ്പൊ എത്ര കമ്മീഷൻ ആടെ? 9 എണ്ണോ 8 എണ്ണോ? എത്ര കമ്മീഷൻ നമ്മൾ എടുത്തത് ഇതുവരെ? ഈ സദർത്ത ഭവൻ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ വേറെ എന്തെങ്കിലും ഒക്കെ വായിക്കേണ്ടി വരുവേ. അതാണ് നല്ലത്. എത്ര കമ്മീഷൻ എടുത്തത് നമ്മൾ ഇതുവരെ? കൊണ്ടാടെ എന്റെ കൂടെ എനിക്ക് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ അത് അപ്പോയിന്റ് ചെയ്യുന്ന പ്രസിഡന്റ് ആണ്. ഫസ്റ്റ് നെട്ടൂർ ശ്രീനിവാസ റാവു. 964 സ്ഥാപനം വരുന്നത്. ഓക്കെ അല്ലേ? 964 സ്ഥാപനം വരുന്നത്. ഓക്കെ അല്ലേ? സഞ്ജയ് കോത്താരിയാണ് ഇപ്പോഴത്തെ ആള്. ഹെഡ് ക്വാർട്ടേഴ്സ് സദർത്ത ഭവൻ. ഫസ്റ്റ് ചെയർമാൻ നെട്ടൂർ ശ്രീനിവാസൻ. സന്താനം കമ്മിറ്റി റെക്കമെൻഡേഷൻ അനുസരിച്ചാണ് സ്ഥാപനം വരുന്നത്. 4 വർഷം 65 വയസ്സുമാണ് യോഗ്യത. മൊത്തം 3 അംഗങ്ങൾ. ഓക്കെ ആണോ? വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ അധ്യക്ഷൻ അനിൽകാന്ത് ആണ്. അനിൽകാന്ത്. വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ അനിൽകാന്ത്. അടുത്തതിലോട്ട് പോവുകയാണെ. 9ാമത്തത് നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ്. നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ്. നിങ്ങൾ ഉറങ്ങിയാടെ? നിങ്ങൾ ഉറങ്ങിയ? നോ റിപ്ലൈ. റിപ്ലൈ ഒന്നും വരുന്നില്ല എനിക്ക്. ഇല്ല സാർ, കേൾക്കുന്നുണ്ട്. ഓക്കെ, ശരി, എല്ലാരും കേൾക്കണേ. അടുത്തത് നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ്. 993 ഓഗസ്റ്റ് മാസം 14 ഈ സ്ഥാപനം വരുന്നത്. 123ാമത്തെ അമെന്റ്മെന്റ് ബില്ല് 2018. ഓക്കെ അല്ലേ? 123ാമത്തെ അമെന്റ്മെന്റ് ബില്ല് 2018. അത് എത്രാമത്തെ ആക്ട് ആണെന്ന് ചോദിച്ചാൽ 102ാമത്തെ അമെന്റ്മെന്റ് ആക്ട്. ഓക്കെ അല്ലേ? അതനുസരിച്ച് പ്രസിഡന്റ് സൈൻ ചെയ്തു. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സെപ്പറേറ്റ് ആക്കി.
നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ്സും ആർട്ടിക്കിൾ 338B അനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്നു. 338B വന്നു, നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ്സസ്. ഓക്കെ അല്ലെ? ആർട്ടിക്കിൾ 342A ആരൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുന്നതെന്ന് പറഞ്ഞ ഒരു ആർട്ടിക്കിൾ വന്നു. ആർട്ടിക്കിൾ 342A 5 മെമ്പർമാരുണ്ട്. ഓക്കെ അല്ലെ? ചെയർമാൻ, വൈസ് ചെയർമാൻ, പിന്നെ ഒരു 3 പേര്. 1+1+3 ചെയർമാൻ, വൈസ് ചെയർമാൻ. പറഞ്ഞു വ്യക്തമായില്ല. ഓക്കെ, ഇത് നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ്സസ് വന്നത് 1993 ഓഗസ്റ്റ് 14. ഓക്കെ അല്ലെ? അത് മതി തൽക്കാലം, ആ ഒരു സെന്റൻസ് മതി. എന്നിട്ട് ഇവരെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ പറഞ്ഞു കഴിഞ്ഞാൽ 338B ആണ് ഇവരെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ. അതില് ആർട്ടിക്കിൾ 338B നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ അല്ലേ? ആർട്ടിക്കിൾ 342A ഇവരെ ഏതൊക്കെ ആൾക്കാരാണ് ബാക്ക്വേർഡ് ക്ലാസ്സസ്, ആരൊക്കെയാണ് ബാക്ക്വേർഡ് ക്ലാസ്സസ് എന്ന് പറയുന്നുണ്ട്. ഈ കമ്മീഷന്റെ കാലാവധി 3 വർഷമാണ്. കമ്മീഷന്റെ കാലാവധി 3 വർഷവും 3 വർഷമാണ്. 5 അംഗങ്ങളാണ് ഇതിനകത്തുള്ളത്. അംഗങ്ങൾ 5 പേരുണ്ട്. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് +3. ഫസ്റ്റ് ചെയർമാൻ ഭഗവാൻ ലാൽ സാഹിനി. പ്രസിഡന്റ് ആണ് നിയമിക്കുന്നത്. സോറി, ഇപ്പോഴത്തെ ഭഗവാൻ ലാൽ സാഹിനി. പ്രസിഡന്റ് ഭഗവാൻ ലാൽ സാഹിനി പ്രസിഡന്റ് ആണ് നിയമിക്കുന്നത്. ഒന്നുകൂടെ, പ്രസിഡന്റ് ഭഗവാൻ ലാൽ സാഹിനി, ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ 2 പേര്, അധ്യക്ഷൻ, വൈസ് പ്രസിഡന്റ് +3 മെമ്പർ. അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ്. 3 വർഷമാണ് കാലാവധി. ആർട്ടിക്കിൾ 342A പറയുന്നു ആരൊക്കെയാണ് ബാക്ക്വേർഡ് ക്ലാസ്സസ്. ആർട്ടിക്കിൾ 338B നാഷണൽ ബാക്ക്വേർഡ് കമ്മീഷനെ കുറിച്ച് പറയുന്നു. 93 ഓഗസ്റ്റ് 14 ഈ സ്ഥാപനം വന്നു. ഓക്കെ ആണോ? ഫസ്റ്റ് ആളിന്റെ പേര് ഓർമ്മ കിട്ടുന്നില്ല. RN പ്രസാദ്. RN പ്രസാദ് ആണ് ഫസ്റ്റ് ആള് കേട്ടോ. ഫസ്റ്റ് ആള് RN പ്രസാദ്. ഓക്കെ ആണോ? ഓക്കെ ആണേ? ഓക്കെ, ഇപ്പൊ ഇതുവരെ എടുത്ത് ഒന്ന് സ്പീഡിന് വായിക്കൂ, ഒന്ന് ഓടിച്ചു നോക്കൂ പെട്ടെന്ന്. എന്തെങ്കിലും എവിടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ, എന്തെങ്കിലും ഒന്ന് റിപ്പീറ്റ് ചെയ്യണമെന്നോ, പിന്നെ ഉണ്ട് എടുക്കാൻ തീർന്നില്ല. നമ്മൾ കമ്മീഷൻ എല്ലാം സ്പീഡിനങ്ങ് എടുത്ത് പോവാണ്. ഓക്കെ ആണല്ലോ? 93 ഓഗസ്റ്റ് 14. ഇതിനകത്ത് 2 അമെന്റ്മെന്റ് ബില്ലിനെ കുറിച്ച് നേരത്തെ പറഞ്ഞു. അപ്പൊ വ്യക്തമായില്ല എന്ന് പറഞ്ഞു. അത് വ്യക്തമാകാതിന്റെ കാര്യം അത് ഞാൻ അങ്ങ് മാറ്റിയതാണ്. അത് ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ അതനുസരിച്ച് 2 ആർട്ടിക്കിൾ ഇതിനകത്ത് പുതിയതായിട്ട് ഉൾപ്പെടുത്തി. അത്രേ ഉള്ളൂ. ആ ആർട്ടിക്കിളിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 338B 342A. പുതിയതായിട്ട് 2 ആർട്ടിക്കിൾ അനുച്ഛേദങ്ങൾ ചേർത്തു. അതാണത് കേട്ടോ. ശരി, ഇത്രയും ഓക്കെ ആണ്. 9 എണ്ണം ഞാൻ എടുത്തു. ഓക്കെ ആണേ? ഓക്കെ ആണ്. ശരി, അടുത്തതിലോട്ട് പോവാം.
നാഷണൽ കമ്മീഷൻ ഫോർ നാഷണൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് കമ്മീഷൻ. നാഷണൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് കമ്മീഷനെ കുറിച്ചാണ് അടുത്ത പറയുന്നത്. SC/ST കമ്മീഷൻ. SC/ST കമ്മീഷൻ ഇത് 65ാമത്തെ അമെന്റ്മെന്റ് ആക്ട് അനുസരിച്ച് 1990-ലാണ് 65ാമത്തെ അമെന്റ്മെന്റ് ആക്ട് അനുസരിച്ച് 92 മാർച്ച് 12 ഈ സ്ഥാപനം നിലവിൽ വന്നു. 990 65ാമത്തെ ആക്ട് അനുസരിച്ച് 992 മാർച്ച് 12 SC/ST കമ്മീഷൻ നിലവിൽ വരുന്നത്. ഇതിനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ആർട്ടിക്കിൾ 89ാമത്തെ അമെന്റ്മെന്റ് അനുസരിച്ച് 2003 ഇവരെ സെപ്പറേറ്റ് ചെയ്തു. ഓക്കെ ആണോ? എവിടെയോ എന്തോ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയല്ലോ. ഓക്കെ ആടെ? ഓക്കെ. ഓക്കെ അല്ലേ? നാഷണൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് കമ്മീഷൻ SC/ST കമ്മീഷൻ 65ാമത്തെ അമെന്റ്മെന്റ് ആക്ട് പ്രകാരം 1990 വന്നു. 92 മാർച്ച് 12 SC/ST കമ്മീഷൻ വന്നു. ഓക്കെ അല്ലേ? അവരെ സെപ്പറേറ്റ് ആക്കിയത് അമെന്റ്മെന്റ് ആണ് 89ാമത്തെ അമെന്റ്മെന്റ് 2003. നാഷണൽ SC കമ്മീഷൻ ഷെഡ്യൂൾഡ് കാസ്റ്റ് കമ്മീഷൻ വന്നത് 2004. നാഷണൽ SC കമ്മീഷൻ 2004. ആർട്ടിക്കിൾ 338 കമ്മീഷനെ കുറിച്ച് പറയുന്നു. പ്രസിഡന്റ് ആണ് നിയമിക്കുന്നത്. 3 വർഷം 5 അംഗങ്ങൾ. 3 വർഷം 5 അംഗങ്ങൾ. ഫസ്റ്റ് ചെയർമാൻ സൂരജ് ബാൻ. ഫസ്റ്റ് ചെയർമാൻ സൂരജ് ബാൻ. നാഷണൽ കമ്മീഷൻ നാഷണൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് കമ്മീഷൻ SC/ST കമ്മീഷൻ ആയിരുന്ന ഷെഡ്യൂൾഡ് കാസ്റ്റ് കമ്മീഷനെ 89ാമത്തെ അമെന്റ്മെന്റ് അനുസരിച്ച് 2003 സെപ്പറേറ്റ് ചെയ്തു. 65ാമത്തെ അമെന്റ്മെന്റ് ആക്ട് അനുസരിച്ച് 990-ലാണ് SC/ST കമ്മീഷന് രൂപീകരിക്കാൻ തീരുമാനിക്കുന്നത്. SC/ST കമ്മീഷൻ ഒരു ഒറ്റ സ്ഥാപനം വരുന്ന 92 മാർച്ച് 12-നാണ്. സെപ്പറേറ്റ് ചെയ്തത് 89ാമത്തെ അമെന്റ്മെന്റ് അനുസരിച്ച് 2003-ലാണ്. നാഷണൽ SC കമ്മീഷൻ നിലവിൽ വരുന്നത് 2004-ലാണ്. ആർട്ടിക്കിൾ 332 അനുസരിച്ച് കമ്മീഷനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. പീരീഡ് 3 വർഷമാണ്. അംഗങ്ങൾ 5 പേരാണ്. ഫസ്റ്റ് ചെയർമാൻ സൂരജ് പാൻ. ഓക്കെ ആണേ? മുഹമ്മദ് റജീസ് ഓക്കെ ആണല്ലോ? ശരി, അടുത്തതിലോട്ട് പോട്ടെ. ഫസ്റ്റ് ചെയർമാൻ സൂരജ് പാൻ. പ്രസന്റ് ഞാൻ പറയുന്നില്ല, കാരണം അത് പ്രസന്റ് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. എന്റെ മെമ്മറി കിടക്കണമെന്നൊന്നും ആയിരിക്കണമെന്നില്ല. അത് നിങ്ങൾ നോക്കിയാൽ മതി, കണ്ടുപിടിച്ചാൽ മതി. ആർട്ടിക്കിൾ 338 അടുത്തത് നാഷണൽ ഷെഡ്യൂൾഡ് ട്രൈബ്സ് കമ്മീഷൻ ST കമ്മീഷൻ. അതും വന്നത് വർഷം 2004 തന്നെയാണ്. ആർട്ടിക്കിൾ 348 ST കമ്മീഷനെ കുറിച്ച് പറയുന്നത്. അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് തന്നെയാണ്. വർഷം സെയിം തന്നെയാണ്. പീരീഡ് 3 വർഷമാണ് കാലാവധി. 5 അംഗങ്ങളാണ് ഇതിനകത്തുള്ളത്. അംഗങ്ങൾ 5 പേര്. ഫസ്റ്റ് ചെയർമാൻ കുൻവർ സിംഗ്. നാഷണൽ ഷെഡ്യൂൾഡ് ട്രൈബ്സ് കമ്മീഷൻ നിലവിൽ വന്നത് ST കമ്മീഷൻ നിലവിൽ വന്നത് 2004. ആർട്ടിക്കിൾ 338A അനുസരിച്ചാണ് ഈ കമ്മീഷനെ കുറിച്ച് പറയുന്നത്. അപ്പോയിന്റ് ചെയ്യുന്ന പ്രസിഡന്റ് ആണ്. കാലാവധി 3 വർഷമാണ്. 5 അംഗങ്ങളാണ് ഇതിനകത്തുള്ളത്. ഫസ്റ്റ് ചെയർമാന്റെ പേര് കുൻവർ സിംഗ് എന്നാണ്. പ്രസന്റ് ആണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചോളൂ. അടുത്തതിലോട്ട് പോവാണേ. മൈനോറിറ്റി കമ്മീഷൻ. മെയ് മാസം 17 1993 മൈനോറിറ്റി കമ്മീഷൻ.
അതിന്റെയും കാലാവധി 3 വർഷം തന്നെയാണ്. ചെയർമാൻ, വൈസ് ചെയർമാൻ കൂടെ കൂട്ടി മൊത്തം 5 അംഗങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോയിന്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. ഓക്കെ അല്ലേ? അപ്പോയിന്റ് ചെയ്യുന്നത് സ്ലോലി. മെയ് 17 1993 സ്ഥാപനം വന്നു. കാലാവധി 3 വർഷം. ചെയർമാൻ, വൈസ് ചെയർമാൻ +3 അങ്ങനെ ടോട്ടൽ 5 അംഗങ്ങൾ. അപ്പോയിന്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ്. ലേറ്റസ്റ്റ് വർഷം പറയോ? 1793 മെയ് 17 1993 മെയ് 17 1993. ഇപ്പോഴത്തെ മൈനോറിറ്റി കമ്മീഷൻ അധ്യക്ഷൻ നിങ്ങൾ കണ്ടുപിടിച്ചോളണേ. ഓക്കെ, മൈനോറിറ്റീസ് എന്ന് പറഞ്ഞ ഇന്ത്യയിലെ മൈനോറിറ്റീസ് പറയാം. ഇന്ത്യയിലെ മൈനോറിറ്റീസ് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈനോറിറ്റീസ് ആയിട്ട് ഇന്ത്യ ഭരണഘടന പറയുന്നത് ജൈനര്, സിഖുകാര്, മുസ്ലിംസ്, ക്രിസ്ത്യൻസ്, ബുദ്ധിസ്റ്റ്, പാഴ്സി, ഇവരിത്രയും പേരെയാണ്. മൈനോറിറ്റി കമ്മീഷൻ നിലവിൽ വന്നത് മെയ് 17 1993 3 വർഷമാണ് കാലാവധി. വൈസ് ചെയർമാൻ +3 അങ്ങനെ 5 അംഗങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോയിന്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. ജെയിൻ, സിഖ്, മുസ്ലിം, ക്രിസ്ത്യൻസ് ഇവരാണ് നമ്മുടെ പാഴ്സി, ഇവരാണ് നമ്മുടെ ബുദ്ധിസ്റ്റ്, ഇവരൊക്കെയാണ് നമ്മുടെ മൈനോറിറ്റീസ് ആയിട്ട് കണക്കാക്കുന്ന നമ്മുടെ മൈനോറിറ്റീസ്. പ്രസന്റ് അധ്യക്ഷൻ നിങ്ങൾ കണ്ടുപിടിച്ചോളണം. ഓക്കെ അല്ലേ? അടുത്ത നാഷണൽ നോളജ് കമ്മീഷൻ. എന്തോ ഫസ്റ്റ് അധ്യക്ഷൻ ഓർമ്മയില്ല, നിങ്ങൾ കണ്ടുപിടിച്ചോളുക. ഓക്കെ അല്ലേ? ഓക്കെ ആണേ? ഇപ്പോഴോ പ്രസന്റ് കണ്ടുപിടിച്ചോളണം. മുഹമ്മദ് സാദർ അലിയാണ് മുഹമ്മദ്. ഷാജി ഹസീന, മുഹമ്മദ് സാദർ അലിയാണ് പ്രസന്റ്. ഫസ്റ്റ് ആള് പ്രസന്റ് ആരാണ്? ഫസ്റ്റ് ആള് മുഹമ്മദ് സാദർ അലി. ഇപ്പൊ വേക്കന്റ് ആണ് സർ, വേക്കന്റ് ആണ്. ഓക്കെ. അടുത്തത് 13ാമത്തത്. ഇന്നത്തെ 13ാമത്തെ പറയാൻ പോണ് നാഷണൽ നോളജ് കമ്മീഷൻ. ജൂൺ 13 2005 ഈ സ്ഥാപനം വരുന്നത്. പ്രസന്റ് ചെയർമാൻ എന്നൊന്നും പറയാൻ പറ്റൂല. ആകെ അംഗങ്ങളാണ്. പ്രസന്റ് ചെയർമാൻ ആരാണെന്ന് എനിക്ക് അറിയില്ല, ഒന്ന് ചെക്ക് ചെയ്യണം. ജൂൺ 13 2005 നാഷണൽ നോളജ് കമ്മീഷൻ വരുന്നത്. അംഗങ്ങൾ 8 അംഗങ്ങളുണ്ട്. ജൂൺ 13 2005. ഈ സ്ഥാപനം ഇപ്പോൾ ഇല്ല എന്നാണ് എന്റെ ഓർമ്മ കിടക്കുന്നത്. ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചു, മുഹമ്മദ് അലി, ഇപ്പോൾ ഈ സ്ഥാപനം ഇല്ല. ഓക്കെ അല്ലേ? നാഷണൽ നോളജ് കമ്മീഷൻ ജൂൺ 13 2005 ഈ സ്ഥാപനം വരുന്നത്. ഇപ്പൊ ഈ സ്ഥാപനം ഇല്ല. അന്ന് 8 അംഗങ്ങൾ ഇതിനകത്തുണ്ടായിരുന്നു. ഓക്കെ അല്ലേ? അടുത്ത പറയട്ടെ, ലോക്പാൽ. സെൻട്രൽ ലെവൽ ആന്റി കറപ്ഷൻ ഓർഗനൈസേഷൻ എന്നാണ് ഈ സ്ഥാപനത്തിനെ പറയുന്നത്. സെൻട്രൽ ലെവൽ ആന്റി കറപ്ഷൻ, അതായത് കേന്ദ്ര തലത്തിലുള്ള ഒരു എന്താ പറയാ അഴിമതി വിരുദ്ധ സ്ഥാപനം, അല്ലെങ്കിൽ അതിനെ എതിർക്കാനുള്ള ഒരു സ്ഥാപനം. അതാണ് ലോക്പാൽ. ജനങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നു. പീപ്പിൾ പ്രൊട്ടക്ടർ എന്നറിയപ്പെടുന്നു. ആദ്യമായിട്ട് ലോക്പാൽ എന്ന വാക്ക് ഉപയോഗിക്കുന്ന ആള് LM സിംഗ്വിയാണ്. ലോക്പാൽ എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ആള് LM സിംഗ്വിയാണ്. 1963 LM സിംഗ്വി. ലോക്പാൽ ബില്ല് ആദ്യമായിട്ട് പാർലമെന്റ് പ്രസന്റ് ചെയ്യുന്ന വർഷം 1968. 1968. ലോക്പാൽ
ബില്ല് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു സമരവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പട്ടിണി സമരം നടത്തിയ ആളുടെ പേര് അണ്ണാ ഹസാരെ. അണ്ണാ ഹസാരെ. അണ്ണാ ഹസാരെ. ഫസ്റ്റ് ലോക്പാൽ നിയമിക്കപ്പെടുന്നത് മാർച്ച് 19, 2019 ലോക്പാലിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയാണ്. 9 അംഗങ്ങളുണ്ട്. പ്രസന്റ് എന്റെ ഓർമ്മ ശരിയാണ്, പിനാകി ചന്ദ്ര ഘോഷ് എന്ന് പറയുന്ന ആളാണ് പ്രസന്റ്. പിനാകി ചന്ദ്ര ഘോഷ്. പിനാകി ചന്ദ്ര ഘോഷ്. ലോക്പാൽ ഓക്കെ ആണോ? അംഗങ്ങളുടെ എണ്ണം എത്ര സാർ? 9 അംഗങ്ങൾ. 9 അംഗങ്ങൾ. LM സിംഗ് ആദ്യമായിട്ട് ഉപയോഗിച്ചു വർഷം എന്ന് പറയാം സർ. 1963. പിനാകി ചന്ദ്രഘോഷാണ് പ്രസന്റ് അധ്യക്ഷൻ. അത് കറക്റ്റ് എന്നല്ലേ മുഹമ്മദ്? ഓക്കെ. അടുത്തത് ഫസ്റ്റ് ലോകായുക്തയെ കുറിച്ച് പറയാൻ പോകുന്നത്. ലോകായുക്ത സ്റ്റേറ്റ് ലെവൽ ആന്റി കറപ്ഷൻ ഓർഗനൈസേഷൻ ആണ് ലോകായുക്ത. സംസ്ഥാന തലത്തിൽ അഴിമതി നിരോധനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്, ഒരു കൂട്ടായ്മയാണ്, ഒരു സംഘടനയാണ് ലോകായുക്ത. ഫസ്റ്റ് ലോകായുക്ത വന്ന സംസ്ഥാനം ഏതെന്ന് വെച്ചാൽ, ലോകായുക്ത നിയമം പാസ്സാക്കിയ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒഡീഷയാണ്. ഫസ്റ്റ് നിയമം പാസ്സാക്കുന്ന സംസ്ഥാനം ഒഡീഷയാണ്. ഓക്കെ അല്ലേ? ഇത് നിലവിൽ വന്നത് 1972 മഹാരാഷ്ട്രയിലാണ്. കേരളത്തിൽ ലോകായുക്ത വന്നത് 1999. ഹെഡ്ക്വാർട്ടേഴ്സ് തിരുവനന്തപുരം. സർ കേരളത്തിൽ എന്നാണ്? കേരളത്തില് 99 മഹാരാഷ്ട്രയിൽ 972 ഒഡീഷയുടെ വർഷം എനിക്ക് ഓർമ്മയില്ല. ഹെഡ്ക്വാർട്ടേഴ്സ് തിരുവനന്തപുരമാണ്. മഹാരാഷ്ട്ര വർഷം 972. പ്രസന്റ് ഓക്കെ അല്ലേ? ഇതില് എത്ര അംഗങ്ങളുണ്ടെന്ന് ഞാൻ നോക്കട്ടെ, ഒരു സെക്കൻഡ്. എത്ര അംഗങ്ങളുണ്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. എന്റെ നോട്ടിൽ ഞാൻ എഴുതി വെച്ചിട്ടില്ല. ആർക്കെങ്കിലും സജസ്റ്റ് ചെയ്യാം അവിടെ എത്ര അംഗങ്ങളുണ്ടെന്ന്. ലോക്പാലില് ഒരാളെ ഉണ്ടാവാൻ സാധ്യത സിറിയക് ജോസഫ് ആണെന്നാണ് തോന്നുന്നത് ഇപ്പോഴത്തെ പ്രസന്റ് അധ്യക്ഷൻ ലോകായുക്ത. ഓക്കെ ആണോടെ? ഓക്കെ ആണോടെ? നമുക്കത് പിന്നീട് നോക്കാം. ഓക്കെ ആണോടെ? ഓക്കെ സർ. ഓക്കെ.
അപ്പൊ ഏകദേശം കമ്മീഷനും ഇതൊക്കെ തീർന്നു. ഇനി കുറച്ച് വേറെ ഒന്ന് രണ്ട് ചെറിയ സെഷനും കൂടെ പറയാനുണ്ട്. അതിനു മുമ്പ് ഇത് ഒന്നേന്ന് റിവൈസ് ചെയ്യണേ. ഓക്കെ അല്ലേ? എല്ലാം നിങ്ങൾ നോക്കിക്കോളണേ, എല്ലാം വന്നിട്ടുണ്ടോ? ഞാൻ 10 എണ്ണോ 15 എണ്ണോ പറഞ്ഞതാണ് എൻ്റെ ഒരു ഓർമ്മ. ആദ്യം ഞാൻ പറഞ്ഞത് മനുഷ്യാവകാശ കമ്മീഷനാണ്, സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനാണ് ആദ്യം പറഞ്ഞത്. ഓക്കെ അല്ലേ? ആദ്യം പറഞ്ഞത് സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനാണ് ആദ്യം പറഞ്ഞത്. അത് ഡിസംബർ 10 1947 വർഷം പറഞ്ഞു. ഡിസംബർ 10 എന്ന് പറഞ്ഞു. വാച്ച് ഡോഗ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞു. 28 1993 സ്ഥാപനം നിലവിൽ വന്നു. ഒക്ടോബർ 12 1993 നിയമം വന്നത് സെപ്റ്റംബർ 28 1993. സ്ഥാപനം വന്നത് ഒക്ടോബർ 12 1993. പിന്നെ ഹെഡ് ക്വാർട്ടേഴ്സിന്റെ പേര് പറഞ്ഞു. പിന്നെ അമെന്റ്മെന്റ് ബില്ലിനെ കുറിച്ച് പറഞ്ഞു. അതനുസരിച്ച് 3 വർഷം 7 വയസ്സാക്കി എന്ന് പറഞ്ഞായിരുന്നു. ഇത് ഇയാളെ അധ്യക്ഷനെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ്. ഈ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നത് പ്രൈം മിനിസ്റ്ററും ഹോം മിനിസ്റ്ററും ലോക്സഭയിലെയും രാജ്യസഭയിലെയും ലീഡേഴ്സും പ്രതിപക്ഷ നേതാവും ഓപ്പോസിഷൻ ലീഡേഴ്സും ലോക്സഭയിലെയും രാജ്യസഭയിലെയും സ്പീക്കറും ചേർന്നാണ് എന്നാ പറഞ്ഞായിരുന്നു. ഫസ്റ്റ് ചെയർമാൻ രംഗനാഥ് മിശ്രയാണെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെ കുറിച്ച് പറഞ്ഞായിരുന്നു. 98 ഡിസംബർ 98 സ്ഥാപനം വന്നെന്ന് പറഞ്ഞായിരുന്നു. ഹെഡ് ക്വാർട്ടേഴ്സ് തിരുവനന്തപുരം ആണെന്ന് പറഞ്ഞായിരുന്നു. 3 മെമ്പേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ആദ്യത്തെ ആള് M പരീത് പിള്ളയാണെന്ന് പറഞ്ഞായിരുന്നു. സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെ നിയമിക്കുന്ന അത് ഗവർണറാണ്. അയാളെ തിരഞ്ഞെടുക്കുന്നത് ആരൊക്കെയെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞത് ഞാൻ പറഞ്ഞ ചീഫ് മിനിസ്റ്റർ, ഹോം മിനിസ്റ്റർ, കേരളത്തിലെ ലീഡർ, ഓപ്പോസിഷൻ ലീഡർ, സ്പീക്കർ. പിന്നെ പറഞ്ഞത് ഫിനാൻസ് കമ്മീഷനെ കുറിച്ചാണ് പറഞ്ഞത്. ആർട്ടിക്കിൾ 280 എന്ന് പറഞ്ഞു. നവംബർ 22 1951 വന്നെന്ന് പറഞ്ഞു. 5 വർഷം കാലാവധി അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞായിരുന്നു. ഫസ്റ്റ് ഫിനാൻസ് കമ്മീഷണർ AC നിയോഗി എന്ന് പറഞ്ഞായിരുന്നു. 15ാമത്തത് NK സിംഗ് എന്ന് പറഞ്ഞായിരുന്നു. ഇതിൽ അംഗമായ മലയാളി BP മേനോൻ എന്ന് പറഞ്ഞായിരുന്നു. UPSC ആർട്ടിക്കിൾ 315 1926 ബൈ ലീ കമ്മീഷൻ അനുസരിച്ച് വന്നെന്ന് പറഞ്ഞു. ഡോൾഫർ ഹൗസ് ആണ് ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയായിരുന്നു. 6 വർഷം 65 വയസ്സെന്ന് പറഞ്ഞായിരുന്നു. അപ്പോയിന്റ് ചെയ്യുന്ന റിമൂവ് ചെയ്യുന്ന പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞായിരുന്നു. കേരള PSCയുടെ വർഷം 1936 തിരുവിതാംകൂർ PSC എന്ന് പറഞ്ഞായിരുന്നു. 1956 കേരള PSC. തിരുവിതാംകൂർ PSCയുടെ അധ്യക്ഷൻ GD നോക്സ്. കേരള PSCയുടെ ഫസ്റ്റ് VK വേലായുധൻ. ഇപ്പോഴത്തെ അധ്യക്ഷൻ MK സക്കീർ. റെസിഗ്നേഷൻ കൊടുക്കേണ്ട ഗവർണറിനെ നിയമിക്കുന്നതും ഗവർണർ, റിമൂവ് ചെയ്യുന്ന പ്രസിഡന്റ് എന്ന് പറഞ്ഞായിരുന്നു. നാഷണൽ ഇലക്ഷൻ കമ്മീഷൻ ആർട്ടിക്കിൾ 324 ജനുവരി 29 1950 വന്നതെന്ന് പറഞ്ഞു. 25 ജനുവരി 1 വോട്ടേഴ്സ് ഡേ. നിർവചൻ സദനാണ് ഹെഡ് ക്വാർട്ടേഴ്സ്. 65 വയസ്സും 6 വർഷവും ആണ് കാലാവധി. 3 മെമ്പർമാര്. ഫസ്റ്റ് സുകുമാർ സിംഗ്. ഫസ്റ്റ് വുമൺ VS രമാദേവി. ഏറ്റവും കുറച്ചു കാലവും VS രമാദേവി. ഫസ്റ്റ് മലയാളി TN ശേഷൻ. ഇപ്പോഴത്തെ സുനിൽ അറോറ. ID കാർഡ് 93. വോട്ടിംഗ് മെഷീൻ 1998. VVPAT 2013. നോട്ട സെപ്റ്റംബർ 27 2013 പറഞ്ഞായിരുന്നു. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ആർട്ടിക്കിൾ 243K 99 വന്നത്. ഫസ്റ്റ് MSK രാമസ്വാമിയുടെ സമയത്തായിരുന്നു. പ്രസിഡന്റ് B ഭാസ്കരനായിരുന്നു. ചീഫ് ഇലക്ഷൻ ഓഫീസർ ടിക്കാറാം മീണയായിരുന്നു. ജനുവരി 30 1992 നാഷണൽ വുമൻ കമ്മീഷൻ. നിർഭയ ഭവൻ ന്യൂഡൽഹി. അപ്പോയിന്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ്. 6 മെമ്പേഴ്സ് 3 വർഷം. നിർഭയ ഡേ ഡിസംബർ 16. ജയന്തി പട്നായിക് ഫസ്റ്റ് വുമൻ കമ്മീഷൻ. പ്രസിഡന്റ് രേഖ ശർമ്മ. സ്റ്റേറ്റ് വുമൻ കമ്മീഷൻ മാർച്ച് 14 1996. പീരീഡ് 5 വർഷം. പബ്ലിക്കേഷൻ സ്ത്രീ ശക്തി. സുഗതകുമാരി ഫസ്റ്റ്. പ്രസിഡന്റ് MC ജോസഫ്. 6ാമത് പറഞ്ഞത് ചൈൽഡ് റൈറ്റ്സ് കമ്മീഷൻ. 2005 നിയമം. 2007 സ്ഥാപനം നിലവിൽ വന്നു. സെൻട്രൽ ഗവൺമെന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. 3 വർഷമാണ് കാലാവധി. 7 അംഗങ്ങളാണ് ഇതിനകത്തുള്ളത്. പ്രിയാങ്ക് കനോങ്കു ആണ് ഇതിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് അധ്യക്ഷൻ എന്ന് പറഞ്ഞായിരുന്നു. സ്റ്റേറ്റ് ചൈൽഡ് റൈറ്റ്സ് കമ്മീഷൻ ജൂൺ 3 2013 വന്നു. ചെയർപേഴ്സൺ +6 പേര്.
മനോജ് കുമാർ ആണ് ഇപ്പോഴത്തെ ആള് എന്ന് പറഞ്ഞായിരുന്നു. ഇൻഫർമേഷൻ കമ്മീഷൻ വന്നത് ജൂൺ 15, 2005 ആക്ട് വന്നു. ഒക്ടോബർ 12, 2005 സ്ഥാപനം വന്നു. അതിന്റെ പേരാണ് ഇപ്പം കമ്മീഷന്റെ പേര്, ആസ്ഥാനം മാറിയായിരുന്നു. ഹെഡ്ക്വാർട്ടേഴ്സിന്റെ ആസ്ഥാനം മാറിയായിരുന്നു. ഫസ്റ്റ് നിയമം വന്നത് സ്വീഡനിലാണ്. തമിഴ്നാട് ആലാണ് ആദ്യമായിട്ട് നിയമം വരുന്നത്. വിവരാവകാശ നിയമം നിലവിൽ വരുന്ന ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാടാണ്. ഇതിനുവേണ്ടി പ്രവർത്തിച്ച സംഘടനയാണ് മസ്തൂർ കിസാൻ ശക്തി സംഘടന. അരുണ റോയുടെ സംഘടനയാണ്, രാജസ്ഥാനിലാണ്. ഫസ്റ്റ് RTI ആപ്ലിക്കന്റ് ഷാഹിദ് റാസ ഗുഡ്നൈ, പൂനെ. വാച്ച് ഡോഗ് ഓഫ് ഇന്ത്യൻ ഡെമോക്രസി എന്ന RTI ആക്ടിനെ അറിയപ്പെടുന്നു. RTI ബില്ല് APJ അബ്ദുൽ കലാമാണ് ഫസ്റ്റ് സൈൻ ചെയ്തത്. 2 ഷെഡ്യൂൾ ഉണ്ട്. ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട ഫീസ് 10 രൂപയാണ്. നമ്മൾ തന്നില്ലെങ്കിൽ ഫൈൻ 250 രൂപ മുതൽ 25,000 രൂപ വരെ അടിക്കാം. 2 ലക്ഷം രൂപയാണ് കമ്മീഷണറുടെ ശമ്പളം. 2,25,000 രൂപയാണ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണറുടെയും സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനിലെ അംഗങ്ങളുടെയും തുക. ഇതില് കാലാവധി 3 വർഷം, 65 വയസ്സ്. സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ പീരീഡ് സാലറി ഒക്കെ തീരുമാനിക്കുന്ന സെൻട്രൽ ഗവൺമെന്റ് ആണ്. ഫസ്റ്റ് ആള് വജാഹത്ത് ഹബീബുള്ളയാണ്. സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷൻ പാലാട്ട് മോഹൻദാസ് ഫസ്റ്റ് ചെയർമാൻ. പ്രസിഡന്റ് വിൻസൻ പോൾ ആണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ആള് വേക്കന്റ് ആണെന്ന് തോന്നുന്നു. 964 സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ 964 വന്നു. 8ാമത്തെ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ 964. ഓക്കെ അല്ലേ? സന്താനം കമ്മിറ്റി റെക്കമെൻഡേഷൻ അനുസരിച്ചാണ് വന്നത്. 3 അംഗങ്ങള്, കാലാവധി 4 വർഷം, 65 വയസ്സ്. അപ്പോയിന്റ് ചെയ്യുന്ന പ്രസിഡന്റ് ആണ്. ഫസ്റ്റ് ചെയർമാൻ നെട്ടു ശ്രീനിവാസ റാവു ആണ്. വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ പ്രസിഡന്റ് അധ്യക്ഷൻ എന്ന് പറഞ്ഞ അനിൽകാന്തിനെ പറഞ്ഞു. നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ് 93 ഓഗസ്റ്റ് 14 ആ നിയമം 93 ഓഗസ്റ്റ് 14 ഈ സ്ഥാപനം വരുന്നത്. അത് നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ് അല്ല. അവര് നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ് വന്നത് 93 ഓഗസ്റ്റ് 14 ഇതിൽ ഒരു അമെന്റ്മെന്റ് 2018 2 അമെന്റ്മെന്റ്, ഒരു അമെന്റ്മെന്റ് വന്നു 102ാമത്തെ അമെന്റ്മെന്റ് ആക്ട്. അതനുസരിച്ച് 2 നിയമങ്ങൾ, പുതിയ 2 ആർട്ടിക്കിൾ വന്നു. 338 വന്നു, 342 വന്നു. 338 കമ്മീഷനെ കുറിച്ച് പറയുന്നു. 342 ആരൊക്കെയാണ് നാഷണൽ ബാക്ക്വേർഡ് ക്ലാസ് ആരൊക്കെയാണെന്ന് പറയുന്നു. നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസിന്റെ പീരീഡ് എന്ന് പറയുന്നത് 3 വർഷമാണ്. അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ പ്ലസ് 3 മെമ്പേഴ്സ് ഉണ്ട്. ഓക്കെ അല്ലേ? ഷെഡ്യൂൾഡ് കാസ്റ്റ് കമ്മീഷൻ, SC കമ്മീഷൻ, SC/ST കമ്മീഷൻ നിലവിൽ വരുന്നത് 92 മാർച്ച് 12 65ാമത്തെ അമെന്റ്മെന്റ് അനുസരിച്ച്. എന്നാൽ 89ാമത്തെ അമെന്റ്മെന്റ് അനുസരിച്ച് 2003 ഇവരെ സെപ്പറേറ്റ് ചെയ്തു. സെപ്പറേറ്റ് ചെയ്തിട്ട് നാഷണൽ SC കമ്മീഷൻ വന്നത് 2004. നാഷണൽ SC കമ്മീഷനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 338. അപ്പോയിന്റ് ചെയ്യുന്ന പ്രസിഡന്റ് ആണ്. പീരീഡ് 3 വർഷമാണ്. കാലാവധി 5 ആണ്. ഫസ്റ്റ് ചെയർമാൻ സൂരജ് ബാനാണ്. ST കമ്മീഷൻ വന്നു. ഇതേ ചേഞ്ച് ആർട്ടിക്കിൾ അനുസരിച്ച് 2004 338ാമത്തെ A എന്ന ആർട്ടിക്കിൾ പ്രകാരം നമ്മുടെ ST കമ്മീഷൻ വന്നു. അപ്പോയിന്റ് ചെയ്യുന്ന പ്രസിഡന്റ് ആണ്. കാലാവധി 3 വർഷമാണ്. മെമ്പേഴ്സ് 5 ആണ്. ഫസ്റ്റ് ചെയർമാൻ കുൻവർ സിംഗ് ആണ്. മെയ് 17, 1993 മൈനോറിറ്റി കമ്മീഷൻ വന്നായിരുന്നു. പീരീഡ് 3 വർഷം. അതിൽ 5 അംഗങ്ങളാണ്. ചെയർമാൻ, വൈസ് പ്രസിഡന്റ് പ്ലസ് 3, അങ്ങനെ 5 അംഗങ്ങൾ അപ്പോയിന്റ് ചെയ്യുന്ന സെൻട്രൽ ഗവൺമെന്റ്. പിന്നെ ഇതിനകത്ത് ആരൊക്കെയാണ് മൈനോറിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നാഷണൽ നോളജ് കമ്മീഷൻ ഇപ്പൊ ഇല്ലാത്തൊരു സ്ഥാപനം. ജൂൺ മാസം 13, 2005 സാം പിത്രോഡ ആയിരുന്നു ഇതിന്റെ വന്ന സമയത്ത് ഇതിന്റെ അധ്യക്ഷൻ. 8 അംഗങ്ങളുണ്ടായിരുന്നു. ലോക്പാൽ സെൻട്രൽ ആന്റി കറപ്ഷൻ ഓർഗനൈസേഷൻ ആണ്. ലോക്പാൽ അഴിമതിക്ക് നിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള കേന്ദ്ര അടിസ്ഥാനത്തിലുള്ള ഒരു സ്ഥാപനം. പീപ്പിൾ പ്രൊട്ടക്ടർ എന്ന് പറയുന്നത്, ജനങ്ങളുടെ രക്ഷകൻ എന്നറിയപ്പെടുന്നു. പീപ്പിൾ പ്രൊട്ടക്ടർ എന്നറിയപ്പെടുന്നു.
എല്ലാം സിന്ധ്യയാണ് 960 ആദ്യമായിട്ട് ഈ വാക്ക് ലോക്പാലിന്റെ വാക്ക് ഉപയോഗിച്ചത്. ഓക്കെ, അണ്ണാ ഹസാരെ ആണ് ഫാസ്റ്റ് ചെയ്തിട്ടാണ് അദ്ദേഹം ഇതിനെതിരെ ലോക്പാൽ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരാഹാരം കിടന്ന ആള് അണ്ണാ ഹസാരെയാണ്. ഫസ്റ്റ് ലോക്പാൽ വരുന്നത് മാർച്ച് 19, 2019 ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയാണ്. 9 അംഗങ്ങളുണ്ട്. പ്രസിഡന്റ് പിനാകി ചന്ദ്ര ഘോഷാണ്. ലോകായുക്ത സംസ്ഥാന ഇതിനനുസരിച്ച് സംസ്ഥാന ലെവലിൽ പ്രവർത്തിക്കുന്ന അഴിമതി നിരോധന സ്ഥാപനമാണ്. കേരളത്തിൽ വന്നത് 1979 ആദ്യം വരുന്നത് മഹാരാഷ്ട്രയിലാണ് 972. നിയമം ആദ്യമായിട്ട് പാസ്സാക്കുന്നത് ഒഡീഷയാണ്. കേരളത്തിലെ ഹെഡ്ക്വാർട്ടേഴ്സ് തിരുവനന്തപുരമാണ്. പ്രസിഡന്റ് സുരേഷ് ജോസഫ് ആണെന്ന് തോന്നുന്നു. ഇത്രയുമാണ് ഞാൻ പറഞ്ഞത്. ശരിയല്ലേ? ഇവിടെ ഉണ്ട്, അതെല്ലാരും പോയാ? യെസ്, കേൾക്കുന്നുണ്ടോ? ഇത് ഇത്രയും ഉണ്ട്, നോട്ടിലുണ്ടോ? ഇതൊക്കെ നോട്ടിലുണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്യണം? ഉണ്ട്, എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്യണോ? നോ സർ. നോ, ഓക്കെ, ശരി. അപ്പൊ ഭരണഘടനയിലെ ഏകദേശം കാര്യങ്ങൾ തീർന്നു. നിങ്ങൾ എല്ലാത്തിനും പ്രസന്റ് അധ്യക്ഷൻ ഒന്ന് നോക്കിക്കോളണം. ഞാൻ തെറ്റ് പറഞ്ഞിട്ടുണ്ട്. ചോദിച്ചോ. സംസ്ഥാന കമ്മീഷന്റെ ഡേറ്റ് 94 ആണോ 96 ആണോ? 96 ആണ് എന്റെ ഓർമ്മ കിടക്കുന്നത്. ഞാൻ ആ വർഷം പറഞ്ഞിട്ടില്ല. 96 ആണ് എന്റെ മനസ്സിൽ മെമ്മറി കിടക്കുന്നത്. ഞാൻ 94 എഴുതി. അതൊന്ന് ചെക്ക് ചെയ്തേക്കണേ. എന്റെ മെമ്മറി കിടക്കണം അങ്ങനെയാണ്. തീർന്നില്ല ഭരണഘടനയുടെ നമ്മള് കുറെ സാധനങ്ങൾ നമ്മൾ എല്ലാ ടോപ്പിക്കും തീർന്നു. നിങ്ങൾ ഇതിനകത്ത് മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നോക്കിക്കോളണേ കേട്ടോ. കുറെ എല്ലാം എന്റെ ഓർമ്മയിൽ നിന്ന് വരുന്ന സാധനങ്ങളാണ്. ഞാൻ കുറച്ച് സാധനങ്ങൾ മാത്രമാണ് PPT ആഡ് ചെയ്യാൻ ഇട്ടേക്കുന്നത്. ആ PPT നിങ്ങൾക്കൊന്നും ഇട്ട് തരാനും പറ്റിയില്ല. ഇനി കുറച്ച് കാര്യങ്ങളോട് ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളോട് ഞാൻ പറയണം. കുറച്ച് ആർട്ടിക്കിൾ നിങ്ങൾ ഏത് റാങ്ക് ഫയൽ എടുത്തു കഴിഞ്ഞാലും പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ എന്ന് പറഞ്ഞിട്ട് ഒരു പോർഷൻ കാണും, ഒരു ഏരിയ കാണും. ഓക്കെ അല്ലേ? കേൾക്കുന്നുണ്ടോ? അപ്പൊ അതിൽ ആ ആർട്ടിക്കിൾ നിങ്ങൾ പഠിക്കണം. ഞാൻ കുറച്ച് ആർട്ടിക്കിൾ നിങ്ങളുടെ ചോദിക്കണം. അപ്പൊ നിങ്ങൾ എനിക്ക് ഇങ്ങോട്ട് ആൻസർ ചെയ്തു തരണം. ആ ആർട്ടിക്കിൾ ഞാൻ ഈ ചോദിക്കുന്ന ആർട്ടിക്കിൾ എല്ലാം മസ്റ്റായിട്ട് പഠിച്ചുകൊണ്ടേ പോവാം. ആർട്ടിക്കിൾ 1 ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണെന്ന് പറയുന്ന ആർട്ടിക്കിൾ 1. ഓക്കെ അല്ലേ? ആർട്ടിക്കിൾ 3 പുതിയ സംസ്ഥാനങ്ങൾ രൂപീകരണം. ആർട്ടിക്കിൾ 13 ജുഡീഷ്യൽ റിവ്യൂ. ആർട്ടിക്കിൾ 13 ജുഡീഷ്യൽ റിവ്യൂ. അതൊന്നുമില്ല, നമുക്കൊരു കേസ്, ഏതെങ്കിലും ഒരു കേസ് നമ്മളിപ്പോ അപ്പീലിന് പോകാനുള്ള അവകാശം നമുക്ക് തരുന്നതാണ്. ഇപ്പൊ ഹൈക്കോടതിയിൽ ഒരു കേസുണ്ട്, അത് അപ്പീൽ നമുക്ക് സുപ്രീം കോടതിയിൽ പോവാം. സുപ്രീം കോടതി വിധി പറഞ്ഞു വീണ്ടും സുപ്രീം കോടതി ഒന്നുകൂടെ നമുക്ക് റിവ്യൂ കൊടുക്കാം. ശബരിമല വിഷയം പോലെ. അപ്പൊ അതൊക്കെ പറയുന്നതാണ് ആർട്ടിക്കിൾ 13. ആർട്ടിക്കിൾ 14 നിയമത്തിന് മുന്നിൽ. ആർട്ടിക്കിൾ 14 നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് പ്രസ്താവിക്കുന്നത് ആർട്ടിക്കിൾ 14. ആർട്ടിക്കിൾ 16 പറയണേ. അവിടെ കാണാതെ നോക്കി പറയരുത്. ഞാൻ ഈ പഠിക്കണമെന്നുള്ള ആർട്ടിക്കിൾ ഞാൻ പറയണോ മസ്റ്റായിട്ട്. ആർട്ടിക്കിൾ 17 ആർട്ടിക്കിൾ 18 ആർട്ടിക്കിൾ 19 പഠിക്കേണ്ട ആർട്ടിക്കിൾ ആണോ ഞാൻ പറഞ്ഞു പോണം. ആർട്ടിക്കിൾ 19 മൗലിക സ്വാതന്ത്ര്യങ്ങൾ. ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ്. മൗലിക സ്വാതന്ത്ര്യം എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം. 21A. ആർട്ടിക്കിൾ 21A. റൈറ്റ് ടു എഡ്യൂക്കേഷൻ. ആർട്ടിക്കിൾ 21A. മാർഗനിർദ്ദേശ തത്വങ്ങൾ ഏത് ആർട്ടിക്കിൾ മുതൽ ഏത് ആർട്ടിക്കിൾ വരെയാണ്? 36 മുതൽ 42 വരെ. മാർഗനിർദ്ദേശ തത്വങ്ങൾ 36 മുതൽ 51. 36 മുതൽ 51 വരെ. മൗലിക കടമകളെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 51A. ആർട്ടിക്കിൾ 23. ആർട്ടിക്കിൾ 23 അടിമത്തം.
ഓക്കെ, ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 40. ബാലവേല നിരോധിക്കുന്നതിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 24. ആർട്ടിക്കിൾ എത്രയുടെ? 24. ഓക്കെ. 24. ആർട്ടിക്കിൾ 52 ആരെ കുറിച്ച് പറയുന്നു? എന്തിനെ കുറിച്ച് പറയുന്നു? പ്രസിഡന്റ്. ഓക്കെ. യൂണിയൻ ലിസ്റ്റിന് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏത് മുതൽ ഏത് വരെയാ? ഓട്ടെ, ലിസ്റ്റുകളെ കുറിച്ച് പറയുന്നത് ഏത് ആർട്ടിക്കിൾ മുതൽ ഏത് ആർട്ടിക്കിൾ വരെ? ലിസ്റ്റുകൾ ഓട്ടെ, എത്ര ലിസ്റ്റ് ഉണ്ട്? 3 ഏതൊക്കെ ലിസ്റ്റ്? സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ഓക്കെ, അതില് പ്രതിരോധം ഏതിൽ വരും? പ്രതിരോധം ഏതിൽ വരും? ഡിഫൻസ് ഏതിൽ വരും? റിട്ടാണോ? ഏത് ലിസ്റ്റിലാണ് പ്രതിരോധം വരുന്നത്? ഡിഫൻസ് ഏത് ലിസ്റ്റിലാണ് വരുന്നത്? യൂണിയൻ ലിസ്റ്റ്. യൂണിയൻ. മൗലിക കടമകളെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 51A. ഏകീകൃത സിവിൽ കോഡ് 44. മണി ബില്ല് 112. ബജറ്റ് 110 മണി ബില്ല്, 112 ബഡ്ജറ്റ്. CAG കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 148. ഗ്രാമസഭ 243A. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി വർഷം പോയി 57. ഓക്കെ അല്ലേ? എത്രാമത്തെ പാർട്ടിലാണ് പഞ്ചായത്തുകളെ കുറിച്ച് പറയുന്നത്? 11 അല്ലേ? 11. പഞ്ചായത്തുകളെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ പാർട്ട് പഞ്ചായത്തിനെ കുറിച്ച് പറയുന്ന ഓക്കെ ആണോ? മുനിസിപ്പാലിറ്റിയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ശരിയാണെന്നൊക്കെ നിങ്ങൾ നോക്കിക്കോളാം. കാരണം ഇതെല്ലാം ഞാൻ പറയുന്ന സാധനങ്ങൾ പഠിക്കാൻ വേണ്ടിട്ട് പോകുന്ന സാധനങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. മുനിസിപ്പാലിറ്റീസ് കുറിച്ച് പറയുന്ന പാർട്ട് 12. മുനിസിപ്പാലിറ്റിയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 12 ആണോ? ആർട്ടിക്കിൾ അല്ല, പാർട്ട് 12. അതിനാ സോറി, ഒരു പാർട്ട് അതാണോ മുനിസിപ്പാലിറ്റീസ്? മുനിസിപ്പാലിറ്റി പാർട്ട് എത്രയാ? അതാ ഒരാൾ കമന്റ് ചെയ്ത് വരുന്നുണ്ട്. 9A മുനിസിപ്പാലിറ്റീസ്. കേന്ദ്രഭരണ പ്രദേശങ്ങളെ കുറിച്ച് പറയുന്ന പാർട്ട് 8. ഓക്കെ, വെരി ഗുഡ്. അടുത്തത് ഏകദേശം 1 മണി ആവാറായി, തീർന്നില്ല. 1-2 ചെറിയ കാര്യങ്ങൾ കൂടെ ഞാൻ ചോദിച്ചോട്ടെ, എന്നിട്ട് ഞാൻ ഇത് അവസാനിപ്പിച്ചോളാം. 1-2 ചെറിയ കാര്യം കൂടെ, 1-2 കാര്യം കൂടെ. എനിക്ക് പട്ടിക, ഒന്നാമത്തെ പട്ടിക എന്തിനെ കുറിച്ച് പറയുന്നു? ഒന്നാമത്തെ പട്ടിക സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ സ്റ്റേറ്റ്സ്. ഭാഷകളെ കുറിച്ച് പറയുന്ന ഷെഡ്യൂൾ. ഭാഷകളെ കുറിച്ച് പറയുന്ന ഷെഡ്യൂൾ 8. 42ാമത്തെ അമെന്റ്മെന്റ് വർഷം. 1976. ലിസ്റ്റുകളെ കുറിച്ച് പറയുന്ന ഷെഡ്യൂൾ 7.
രാജ്യസഭയിലെ സീറ്റ് അലോട്ട് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഷെഡ്യൂള് 4. അറ്റോർണി ജനറലിനെ കുറിച്ച് പറയുന്ന ഷെഡ്യൂൾ ആർട്ടിക്കിള് 76. ഫിനാൻസ് കമ്മീഷനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 280. നാഷണൽ എമർജൻസിയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ നാഷണൽ എമർജൻസി 352. സ്റ്റേറ്റ് എമർജൻസി 356. ഫിനാൻഷ്യൽ എമർജൻസി 360. അമൻമെന്റിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ അമൻമെന്റിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 368. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എല്ലാ റാങ്ക് ഫയലുകളിലും പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ നമുക്ക് വലിയ പേജ് കാണും, കോള് കാണും. രക്ഷയുടെ, ടാലന്റിന്റെ, കരിയറിന്റെ, അങ്ങനെ എല്ലാ വലിയ വലിയ റാങ്ക് ഫയലുകളുടെ ഒക്കെ ഒട്ടുമിക്ക പ്രധാനപ്പെട്ട റാങ്ക് ഫയലുകളുടെ ഒക്കെ ഇതിനകത്ത് പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ പറഞ്ഞു കാണും. അതിനകത്ത് ചില സാധനങ്ങൾ വേണ്ട, ചില സാധനങ്ങൾ വേണം. ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ വേണം. നിങ്ങളെ ഞാൻ ബോർ അടിപ്പിച്ചില്ലെന്ന് വിശ്വസിക്കുന്നു. ഇത് ഓക്കെയാണ്? ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെയാണോ? ഓക്കെയാണ്? എല്ലാവരും ഉണ്ടാ? മുഹമ്മദ് ഇവിടെ ഉണ്ടാ? പോയാ മുഹമ്മദ്? ആതിര നായർ, തേജസ്വിനി, അജിത്ത്. ഓക്കെ, ശരി. അപ്പം നമുക്ക് ഏകദേശം 1 മണി ആവാറായി. അപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ എല്ലാ നോട്ടും നിങ്ങൾ ശ്രദ്ധിച്ചോളണം. തെറ്റുകൾ പറ്റിയിട്ടുണ്ടാവും. മനസ്സിലാവാത്ത കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നുകൂടെ നിങ്ങൾ റെഫർ ചെയ്യുക. അതുപോലെ നിങ്ങളോട് ഞാൻ ഒരു സജഷൻ വെച്ചായിരുന്നു. 2019 അതിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ സംഘടിപ്പിക്കാൻ പറഞ്ഞായിരുന്നു. സംഘടിപ്പിച്ചായിരുന്നു എല്ലാം? സംഘടിപ്പിച്ചായിരുന്നു നിങ്ങള്? താങ്ക് യു പറഞ്ഞു. ഓക്കെ, ശരി, താങ്ക് യു. ഞാനിപ്പോ കിട്ടോളാം. കിട്ടിയില്ല. ഓക്കെ, മാക്സിമം എടുക്കാൻ നോക്കണേ. എടുത്തു നോക്കി നിങ്ങളത് കണ്ടുപിടിക്കണേ. ഓക്കെ അല്ലേ? അപ്പം ശരി എന്നാ. സാറേ, കിട്ടിയവരൊന്ന് ഷെയർ ചെയ്താൽ ഉപകാരമായിരുന്നു. മാക്സിമം ആൾക്കാർ കിട്ടുന്ന അവരുടെ കയ്യിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ ഷെയർ ചെയ്യണേ. ശരി. അപ്പൊ കൂടുതൽ ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. മാക്സിമം നോട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഓക്കെ അല്ലേ? നമുക്ക് എന്നിട്ട് ബാക്കിയൊക്കെ നമുക്ക് പിന്നീട് ഒരു ദിവസം ചർച്ച ചെയ്യാം. കേട്ടോ? ഓക്കെ ആണോ? എല്ലാവരും ഓക്കെ ആണെങ്കിൽ ഓക്കെ അടിച്ച് പറയണമെങ്കിൽ ഞാനങ്ങ് വൈൻഡപ്പ് ചെയ്തേനെ. ഓക്കെ, ശരി. താങ്ക് യു സോ മച്ച്.